നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആസിഡ് ബേസ് ഇൻഡിക്കേറ്റേഴ്സിനെ പറ്റിയാണ് കേട്ടോ. സോ എന്താണ് ആസിഡ് ബേസ് ഇൻഡിക്കേറ്റേഴ്സ് എന്ന് നോക്കാം. ആസിഡ് ബേസ് ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറയുന്നത്, ഇൻഡിക്കേറ്റർ എന്ന് പറയുന്നത് ഒരു സൈൻ ആണ് അല്ലേ. നമ്മൾ ബൈക്കിനകത്തൊക്കെ ഇൻഡിക്കേറ്റേഴ്സ് യൂസ് ചെയ്യാറുണ്ട്. അപ്പം നമ്മൾ റൈറ്റിലോട്ട് തിരിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ റൈറ്റ് ഇൻഡിക്കേറ്റർ ഇടാറുണ്ട്. അതായത് ഒരു സൂചനയാണ്, അല്ലെങ്കിൽ ഒരു സൈനാണ്. അതായത് ഇന്ന സ്ഥലത്തോട്ട് ഞാൻ പോവുകയാണ്, അല്ലെങ്കിൽ ഇന്ന കാര്യം ഞാൻ ചെയ്യുകയാണ്, അതിനൊരു സൈനാണ്, അല്ലെങ്കിൽ ഇന്നത് വരാൻ പോവാണ് എന്നൊരു സൈനാണ് ഈ ഇൻഡിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പം ആസിഡ് ബേസ് ഇൻഡിക്കേറ്റേഴ്സിൽ ആസിഡും ബേസും നമ്മൾ എടുക്കുന്നുണ്ട്. അത് സ്ട്രോങ് ആകാം, വീക്ക് ആകാം, ഡിപ്പെൻഡ്സ് ഓൺ ദാറ്റ് ടൈട്രേഷൻ. എടുത്താൽ നമുക്ക് ആ ഒരു എൻഡ് പോയിന്റ്, അതായത് ഇക്വലന്റ് പോയിന്റ് എന്താണ്, അതായത് ആസിഡും ബേസും കംപ്ലീറ്റ് ആയിട്ടും റിയാക്ട് ചെയ്യുന്ന ആ ഒരു എൻഡ് പോയിന്റ് പ്രെഡിക്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ആൾക്കാരാണ് ഇൻഡിക്കേറ്റേഴ്സ്. നമ്മളത് പറഞ്ഞു, ഫിനോഫ്തലിനും മീഥൈൽ ഓറഞ്ചും എല്ലാം നമ്മൾ പറഞ്ഞു അല്ലേ. സ്ട്രോങ് ആസിഡും സ്ട്രോങ് ബേസും ആണെങ്കിൽ നമുക്ക് ഫിനോഫ്തലിനും മീഥൈൽ ഓറഞ്ചും രണ്ടും യൂസ് ചെയ്യാം. കാരണം 3 to 11 ആണ് pH റേഞ്ച് വരുന്നത്. അതിൽ 3 to ആസിഡ് റീജിയനിലാണ് മീഥൈൽ ഓറഞ്ച് വരുന്നത്, ബേസിക് റീജിയനിലാണ് ഫിനോഫ്തലിൻ വരുന്നത്. അങ്ങനെ പഠിച്ചു വെച്ചാൽ മതി. ആസിഡ് റീജിയനിലാണെങ്കിൽ നമ്മൾ മീഥൈൽ ഓറഞ്ച് യൂസ് ചെയ്യും, ബേസിക് റീജിയനിലാണെങ്കിൽ ഫിനോഫ്തലിൻ. രണ്ടും സ്ട്രോങ് ആയതുകൊണ്ട് ഫിനോഫ്തലിനും മീഥൈൽ ഓറഞ്ച് യൂസ് ചെയ്യാം. ഇനി സ്ട്രോങ് ആസിഡ് വീക്ക് ബേസും ആണെങ്കിൽ ആസിഡ് സ്ട്രോങ്, അപ്പോൾ സ്ട്രോങ് ആയിട്ടുള്ള ആസിഡിന്റെ സ്ഥലത്തുള്ള ഇൻഡിക്കേറ്റർ യൂസ് ചെയ്യുക, ദാറ്റ് ഈസ് മീഥൈൽ ഓറഞ്ച്. വീക്ക് ആസിഡും സ്ട്രോങ് ബേസും ആണെങ്കിൽ ബേസ് ആണ് സ്ട്രോങ്, ബേസിന്റെ റീജിയനിലുള്ളത് നമുക്ക് ഫിനോഫ്തലിൻ ആണ്, ഫിനോഫ്തലിൻ മാത്രമേ യൂസ് ചെയ്യാൻ പറ്റും. അങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്യാം. ഇറ്റ്സ് അപ് ടു യു. ഓക്കെ, അപ്പം എന്താണ് ആസിഡ് ബേസ് ഇൻഡിക്കേറ്റേഴ്സ്? ഇറ്റ് ഈസ് എ സൈൻ നൽകുന്ന ആൾക്കാർ, അതായത് ഒരു സൈൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന ആൾക്കാരെയാണ് നമ്മൾ ഇൻഡിക്കേറ്ററുകൾ എന്ന് വിളിക്കുന്നത്. നോക്കാം നമുക്ക്. ആൻഡ് ആസിഡ് ബേസ് ഇൻഡിക്കേറ്റർ ഈസ് എ വീക്ക് ഓർഗാനിക് ആസിഡ്. ഫസ്റ്റ് ഓഫ് ഓൾ അത് മനസ്സിലാക്കാം. വീക്ക് ഓർഗാനിക് ആസിഡോ വീക്ക് ഓർഗാനിക് ബേസോ ആയിരിക്കും. വീക്ക് ആസിഡിനെയോ വീക്ക് ബേസിനെയോ ആണ് നമ്മൾ ആക്ച്വലി ഇൻഡിക്കേറ്റർ ആയിട്ട് യൂസ് ചെയ്യുന്നത്. കാരണം വീക്ക് എടുക്കാൻ കാരണം നമുക്ക് കംപ്ലീറ്റ് ആയിട്ടും അയണൈസ് ചെയ്യരുത്. രണ്ടുപേരും വേണം, റിയാക്ടന്റും വേണം, പ്രോഡക്റ്റും വേണം. രണ്ടുപേരും വേണമെങ്കിൽ നമ്മൾ വീക്ക് ആയിട്ടുള്ള ആളെ എടുത്തേ പറ്റൂ. കാരണം സ്ട്രോങ് ആയിട്ടുള്ള ആളാണ് എടുക്കുന്നതെങ്കിൽ കംപ്ലീറ്റ് ആയിട്ടും അയണൈസ് ചെയ്യും, പ്രോഡക്റ്റ് മാത്രമേ കാണൂ, റിയാക്ടന്റ് കാണത്തില്ല. രണ്ടുപേരും വരുമ്പോഴാണ് നമുക്ക് ഈ ഒരു കളർ ചേഞ്ച് മനസ്സിലാവും. ഹൂസ് കോൺജുഗേറ്റ് ആസിഡ് ആൻഡ് ബേസ് ഫോംസ് ഹാവ് ഡിഫറെന്റ് കളർ. അതായത് അവിടെ പ്രോഡക്റ്റിന് ഒരു കളറും റിയാക്ടന്റിന് വേറൊരു കളറും ആയിരിക്കും. The change color occurs over a specific pH range. The indicator itself participates minimally in the titration. അതായത് ടൈട്രേഷനകത്ത് ഇവർ വലുതായിട്ട് പങ്കെടുക്കുന്നില്ല, പക്ഷേ ഇവർ രണ്ട് ഡിഫറെന്റ് കളർ ആയിരിക്കും കാണിക്കുന്നത്. അത് ഇൻഡിക്കേറ്റർ ഇക്വിലിബ്രിയമാണ് ഞാൻ ഈ കാണിച്ചിരിക്കുന്നത്. ഇത് ഒരു ഇൻഡിക്കേറ്റർ ആണ്, HIN എന്ന് പറയുന്ന ഇൻഡിക്കേറ്റർ. അതൊരു ഓർഗാനിക് ആസിഡ് ഇൻഡിക്കേറ്റർ ആണ്, അതായത് നമ്മളുടെ ആസിഡ് റീജിയനിൽ ഓർഗാനിക് ആസിഡ് ഇൻഡിക്കേറ്റർ ആണ്. ഫിനോഫ്തലിൻ ആണ് നമ്മൾ നോർമലി പറയുന്നത്. പിന്നെ മീഥൈൽ ഓറഞ്ച് ഓർഗാനിക് ബേസ് ഇൻഡിക്കേറ്റർ ആണ്, വീക്ക് ബേസ് ആണ് കേട്ടോ. അപ്പം HIN H+ഉം I- ആയിട്ട് മാറുന്നു. ഇതിനൊരു കളറും കളർ A, ഇതിന് വേറൊരു കളറും ആയിരിക്കും കളർ B. രണ്ട് കളർ. അപ്പൊ രണ്ടുപേരും വേണം, അല്ലാതെ സ്ട്രോങ് എടുത്തു കഴിഞ്ഞാൽ ഇവര് മാത്രമേ കാണത്തുള്ളൂ, അപ്പൊ ഒറ്റ കളറേ കാണത്തുള്ളൂ. അത് പറ്റത്തില്ല, രണ്ടുപേരും വേണം. അതാണ് വീക്കിനെ എടുക്കുന്നത് കേട്ടോ. ഇതാണ് കേസ് കണ്ടോ. HIN ഒരു കളറും IN- വേറൊരു കളറും ആയിരിക്കും. ഓക്കെ, ഇനി നമുക്ക് ഇതൊന്ന് ഡീറ്റെയിൽ ആക്കാം കേട്ടോ. HIN ഞാൻ എഴുതുകയാണ്. HIN ഇതെങ്ങനെ ബ്രേക്ക് ഡൗൺ ചെയ്യുന്ന പറഞ്ഞാടാ. H+ഉം IN-. കളർ A ഇതൊരു ഇൻഡിക്കേറ്റർ ആണ്, ഇൻഡിക്കേറ്റർ ആയിട്ട് ആലോചിച്ചാൽ മതി കേട്ടോ. കളർ B. ഇനി ഞാൻ പറയുന്നത് കേട്ടോണേ. ഇത് അസിഡിക് മീഡിയത്തിലാണെന്ന് വിചാരിക്കുക. അതായത് നമ്മൾ ഈ ഇൻഡിക്കേറ്ററിന് ഇട്ടേക്കുന്നത് അസിഡിക് മീഡിയത്തിലാണെന്ന് വിചാരിക്കുക. അതായത് ആസിഡിനകത്തോട്ടാണ് നമ്മൾ ഇൻഡിക്കേറ്ററിന് ഇട്ട് കൊടുക്കുന്നത്. കാരണം നമ്മൾ ഇതിനകത്ത് എടുക്കുന്ന ആസിഡാണ്. അപ്പോൾ ആസിഡിനകത്തോട്ട് നമ്മൾ ഇൻഡിക്കേറ്ററിന് ഇട്ട് കൊടുത്തു എന്ന് വിചാരിക്കുക. അപ്പോൾ ആസിഡിനകത്തോട്ട് ഇൻഡിക്കേറ്ററിന് ഇട്ട് കൊടുക്കുമ്പോഴത്തേക്ക് സംഭവിക്കുന്നത്, ഈ HIN എന്ന ആസിഡിനകത്താകുമ്പോഴത്തേക്ക് H+ന്റെ എമൗണ്ട് കൂടുതലായിരിക്കും. കാരണം H+ന്റെ എമൗണ്ട് കൂടുന്നതിനെയാണ് നമ്മൾ ആസിഡ് എന്ന് വിളിക്കുന്നത്. അപ്പം H+ന്റെ എമൗണ്ട് കൂടുതലായിരിക്കും. ഓക്കെ, അപ്പം എന്താ, H+ന്റെ എമൗണ്ട് കൂടുതലാണെങ്കിൽ ഇതാണ് HIN കളർ A. അയണൈസ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? റിവേഴ്സിബിൾ ആരമാണ് H+ഉം IN-. ഇതാണ് കളർ B. അപ്പം എന്തിന്റെ എമൗണ്ട് കൂടുതൽ? H+. H+ എന്ന് പറഞ്ഞാൽ ഇവിടെ കിടക്കില്ലേ, അപ്പം ഇതിന്റെ എമൗണ്ട് കൂടത്തില്ലേ, അപ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് പ്രോഡക്റ്റിന്റെ എമൗണ്ട് കൂടത്തില്ലേ. ലേഷാർട്ടിന്റെ പ്രിൻസിപ്പിൾ അനുസരിച്ച് എവിടാണോ കൂടുന്നത് അവിടെ നിന്ന് റിയാക്ഷൻ നടക്കത്തില്ലേ, ബാക്ക്വേർഡ് റിയാക്ഷൻ നടക്കത്തില്ലേ. അതായത് ഏത് കളറായിട്ട് മാറും? കളർ A.
അതായത് അസിഡിക് മീഡിയത്തിൽ അതിന്റെ കളർ എ ആയിരിക്കും. അതെന്താ നമുക്കറിയത്തില്ല. ഫിനോഫ്തലിനും മീഥിലോണിനും തന്നാലേ ഏതൊക്കെ കളറാണെന്ന് പറയാൻ പറ്റും. എന്തായാലും അസിഡിക് മീഡിയത്തിൽ കളർ എ ആയിരിക്കും. എന്നാൽ ഇത് ബേസിക് മീഡിയം ആണെങ്കിലോ, ബേസിക് മീഡിയം ആണെങ്കിൽ നമുക്ക് വരുന്നത് OH മൈനസ് ആണ്. OH മൈനസ്. ഓക്കെ, അപ്പൊ ഞാൻ HIN എഴുതുന്നു. HIN എന്ന് പറയുമ്പോഴത്തേക്ക് H പ്ലസും IN മൈനസും ആയിരിക്കും. ആരാ വരുന്ന OH മൈനസ്. അപ്പൊ എന്താ സംഭവിക്കുന്ന അറിയാമോ? ഈ H പ്ലസിനെ OH മൈനസ് കൊണ്ടുപോകും. കോമൺ അയോൺ ഇല്ല ഇവിടെ, പകരം H പ്ലസിനെ OH മൈനസ് കൊണ്ടുപോകും. ഇതിനെ ഓഡ് അയോൺ എഫക്റ്റ് നമ്മൾ വിളിക്കുന്നത്. പക്ഷെ നമുക്കത് പഠിക്കാനില്ല, അതുകൊണ്ട് നിങ്ങൾ പഠിക്കണം നിർബന്ധമൊന്നുമില്ല. ഓഡ് അയോൺ എഫക്റ്റ്, കോമൺ അയോൺ ഇല്ല ഇവിടെ, പകരം H പ്ലസിനെ വന്ന OH മൈനസും കൊണ്ടുപോകും. എന്നിട്ട് H പ്ലസും OH മൈനസും കൂടെ കമ്പൈൻ ചെയ്ത് നമുക്ക് വെള്ളം കിട്ടും അല്ലെ. H പ്ലസും OH മൈനസും കൂടെ കമ്പൈൻ ചെയ്ത് നമുക്ക് വെള്ളം കിട്ടും. കാരണം H പ്ലസ് OH മൈനസും കൂടെ റിയാക്ട് ചെയ്ത് നമുക്ക് വെള്ളം കിട്ടും. ഇതായിരിക്കും അവിടെ സംഭവിക്കുന്നത്. അപ്പം OH മൈനസിന്റെ H പ്ലസിന്റെ എമൗണ്ട് ഓട്ടോമാറ്റിക്കായിട്ട് കുറയും. അപ്പം ഈ സൈഡ് കുറയും. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഈ സൈഡ് കൂടും. ഈ സൈഡ് കൂടുമ്പോൾ ത്രാസ് പോലെ ഈ സൈഡ് കൂടും. അപ്പം ഫോർവേഡ് റിയാക്ഷൻ നടക്കും. അപ്പൊ ഇതായിരിക്കും നിങ്ങൾക്ക് കൂടുതൽ കിട്ടുന്നത്. അതായത് IN മൈനസിന്റെ എമൗണ്ട് കൂടും. IN മൈനസ് ഏതാ? കളർ ബി. കളർ ബി ആയിട്ട് മാറും. അതായത് അസിഡിക് മീഡിയത്തിൽ ഒരു കളറും ബേസിക് മീഡിയത്തിൽ വേറൊരു കളർ. ഇതാണ് സംഭവം. ഇതാണ് കളർ ചേഞ്ച്. കാരണം നമ്മൾ ഇപ്പം ഒരു ടൈട്രേഷൻ ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് വിചാരിക്കണം. ഇതാണ് ബ്യൂററ്റ്. ഇതിനകത്ത് ഞാൻ എടുത്തേക്കുന്ന 20 ml ആസിഡാണ്. ഇതിനകത്ത് നമ്മുടെ ബ്യൂററ്റ്, ഇതിനകത്ത് ബേസ് ആണ്. ഇതിപ്പോൾ ആസിഡ് ആകുമ്പോഴത്തേക്ക് കളർ എന്തുവാ? എ. അപ്പൊ എ എന്ന് പറയുന്ന കളറാണ്. ഇൻഡിക്കേറ്ററിനെ ആഡ് ചെയ്യുന്നു, എ എന്ന് പറയുന്ന കളറാണ്. ഇപ്പം ഞാൻ ബേസിനെ ആഡ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ ഈ ബേസ് വന്ന് ആസിഡുമായിട്ട് റിയാക്ട് ചെയ്തുകൊണ്ടിരിക്കും. റിയാക്ട് ചെയ്ത് ആര് തീരും? ആസിഡ് തീരും. ആസിഡ് തീർന്നു, ഇക്വലന്റ് പോയിന്റ് ആയി. ഇനി അടുത്ത ഡ്രോപ്പ് ബേസ് വീഴുമ്പോഴത്തേക്ക് പിന്നെ അവിടെ ആസിഡ് ഇല്ല, ബേസ് മാത്രമേ ഉള്ളൂ. കാരണം ആസിഡ് തീർന്നു. പിന്നെ അവിടെ ബേസ് മാത്രമേ ഉള്ളൂ. ബേസിന്റെ കളർ ഏതാ? കളർ ബി. സോ ഈ കളർ എ എന്നുള്ളത് പെട്ടെന്ന് തന്നെ എന്തായിട്ട് മാറും? കളർ ബി. അപ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്ന എൻഡ് പോയിന്റ് ആയത്. ഇതാണ് സംഭവം. ഇക്വലന്റ് പോയിന്റിലല്ല കളർ ചേഞ്ച് വരുന്നത്, എൻഡ് പോയിന്റിലാണ്. ഇതാണ് അടുത്ത ഡ്രോപ്പ് ആഡ് ചെയ്യുമ്പോഴേ കളർ ചേഞ്ച് വരുത്തുള്ളൂ. അല്ലാതെ ആ തീരുമ്പോഴത്തേക്ക് കളർ ചേഞ്ച് വരത്തില്ല. കാരണം അടുത്ത പോയിന്റ് ആഡ് ചെയ്ത് റീജിയൻ മാറുമ്പോഴേ കളർ ചേഞ്ച് വരുത്തുള്ളൂ. അതാണ് ഇക്വലന്റ് പോയിന്റും എൻഡ് പോയിന്റും. ഇതാണ് കളർ ചേഞ്ച്. ഇങ്ങനെയാണ് കളർ ചേഞ്ച് സംഭവിക്കുന്നത്. ഹോപ്പ് യു ക്ലിയർ. കാരണം ആദ്യം നമ്മൾ 20 ml നമ്മൾ ആ മറ്റേ പിപ്പറ്റിനകത്ത് 20 ml പിപ്പറ്റ് ചെയ്തെടുക്കുന്നത്. അതാണ് നമ്മൾ മറ്റേ കോണിക്കൽ ഫ്ലാസ്കിൽ ഒഴിച്ചു കൊടുക്കുന്നത്. കോണിക്കൽ ഫ്ലാസ്ക് ഇങ്ങനെ ഇരിക്കുന്ന ഒരു ഫ്ലാസ്ക് ഒഴിച്ചു കൊടുക്കുന്നത്. ഇതിന് ഇങ്ങനെ ഇരിക്കും ഫ്ലാസ്ക് അല്ലേ? എന്നാണ് ഫ്ലാസ്ക് ഇരിക്കും, കോണിക്കൽ ഫ്ലാസ്ക്. ഇതിനകത്ത് ഒഴിച്ചു കൊടുക്കും. എന്നാണ് ഇൻഡിക്കേറ്റർ ആഡ് ചെയ്യുന്നത്. ഇൻഡിക്കേറ്റർ ആഡ് ചെയ്യുമ്പോഴത്തേക്ക് അപ്പോൾ ഒരു കളർ വരും. കാരണം ഇത് ആസിഡ് ആണെങ്കിൽ ആസിഡിന്റെ സമയത്ത് കളർ എന്താ? എ. ഇനി അഥവാ ഇവിടെ എടുക്കുന്ന ബേസ് ആണെങ്കിൽ ബി എന്ന് പറയുന്ന കളർ ഫോം ചെയ്യും. എന്നിട്ടാണ് നമ്മൾ ബ്യൂററ്റ് നാളെ ഒഴിച്ചു കൊടുക്കുമ്പോഴത്തേക്ക് ഇവർ രണ്ടുപേരും പരസ്പരം റിയാക്ട് ചെയ്യും. ഇതാണ് തീരുന്നത്. മറ്റേ ബ്യൂററ്റ് ചെയ്യുന്ന സാധനം തീരത്തില്ല, അതിങ്ങനെ വീണോണ്ടിരിക്കുക. ഇതാ തീരുന്നത്. ഇത് തീർന്ന് അടുത്ത ഡ്രോപ്പ് നമ്മൾ ആഡ് ചെയ്യുമ്പോഴത്തേക്ക് അത് പുതിയൊരു മീഡിയോ, ഒന്നില്ലെങ്കിൽ ആസിഡ് അല്ലെങ്കിൽ ബേസ് മീഡിയോ. അപ്പൊ കളർ അതനുസരിച്ച് മാറും. സോ നമുക്ക് മനസ്സിലായി എൻഡ് പോയിന്റ് ആയി. അത് ഇക്വലന്റ് പോയിന്റ് അല്ല. ഇക്വലന്റ് പോയിന്റ് നമ്മൾ രണ്ടും ന്യൂട്രലൈസ്ഡ് ആവുന്ന പോയിന്റാണ്. ആ പോയിന്റ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. കാരണം ആ പോയിന്റിന് ശേഷം അടുത്ത ഡ്രോപ്പ് ആഡ് ചെയ്യുമ്പോഴേ എൻഡ് പോയിന്റ് നമുക്ക് കിട്ടത്തുള്ളൂ. എപ്പോഴേ കളർ ചേഞ്ച് വരുത്തുള്ളൂ. കാരണം അത് രണ്ട് തീരുന്ന സമയത്ത് കളർ ചേഞ്ച് വരത്തില്ല. കളർ അങ്ങനെ തന്നെ കിടക്കും. അടുത്തൊരു മീഡിയം ആകുമ്പോഴത്തേക്ക് അതിന് കളർ ചേഞ്ച് വരുത്തുള്ളൂ. ക്ലിയർ? നോക്കാം. An acid base indicator is a weak organic acid or base whose conjugate acid and base form different color. Conjugate acid ഇപ്പം ആസിഡ് ആണെങ്കിൽ കോൺജുഗേറ്റ് ബേസ് ആണെങ്കിൽ കോൺജുഗേറ്റ് ആസിഡ്. അതായത് അയണൈസ് ചെയ്ത് കിട്ടുന്ന ആൾക്കാരാണ് അങ്ങനെ വിളിക്കുന്നത്. ഡിഫറെന്റ് കളറാണ്. ദ ചേഞ്ച് ഓഫ് കളർ occurs over a specific pH range. This indicator itself participate minimally in the reaction used in very small amounts. വളരെ ചെറിയ രീതിയിൽ മാത്രമേ റിയാക്ഷനിൽ ഇവർ പാർട്ടിസിപ്പേറ്റ് ചെയ്യൂ. വളരെ ചെറിയ എമൗണ്ടിൽ മാത്രമേ നമ്മൾ റിയാക്ഷനിൽ ഇവർ യൂസും ചെയ്യത്തുള്ളൂ. അവരെയാണ് നിങ്ങൾ എന്തെന്ന് വിളിക്കുന്നത്? ഇൻഡിക്കേറ്ററുകൾ എന്ന് വിളിക്കുന്നത്. ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. മൂവിങ്. pH range of an indicator. The human eye perceives the color change when one form exceeds the other by a factor about 10. Therefore, the visible color change range of an indicator spans about 2 pH unit centered on its pKa. അതായത് അവരുടെ വാല്യൂവിൽ നിന്ന്
പ്ലസ് ഓർ മൈനസ് 1 വേരിയേഷൻ ആണ്, അപ്രോക്സിമേറ്റ്ലി 2. ആ ഒരു ചേഞ്ച് വരുമ്പോഴേ ഇൻഡിക്കേറ്റർ കളർ ചേഞ്ച് കാണിക്കത്തുള്ളൂ. അതായത് നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു വാല്യൂവിലായിരിക്കത്തില്ല കളർ ചേഞ്ച് വരുന്നത്. ഓക്കെ, കളർ ചേഞ്ച് വിസിബിൾ ഓവർ അപ്രോക്സിമേറ്റ്ലി 2 pH യൂണിറ്റ്. 2 pH യൂണിറ്റ് വ്യത്യാസം വരുമ്പോഴായിരിക്കും കളർ ചേഞ്ച് വിസിബിൾ ആവുന്നത് കേട്ടോ. അതായത് അതാണ് ഇക്വലന്റ് പോയിന്റ് എൻഡ് പോയിന്റും രണ്ടും രണ്ടായിട്ട് നമ്മൾ പഠിക്കുന്നത്. ഇക്വലന്റ് പോയിന്റ് വേറെ, എൻഡ് പോയിന്റ് വേറെ. കാരണം ആസിഡും ബേസ് ന്യൂട്രലൈസ് ചെയ്യുന്ന സമയത്ത് തന്നെ ഇവർ കളർ ചേഞ്ച് കാണിക്കത്തില്ല, അടുത്ത ഡ്രോപ്പ് വീഴുമ്പോഴേ കളർ ചേഞ്ച് കാണിക്കത്തുള്ളൂ. ഇത് കുറച്ച് ആൾക്കാരും അവരുടെ കളർ ചേഞ്ചുകളുമാണ്. അതിനകത്ത് മീഥൈൽ ഓറഞ്ചും ഫിനോഫ്തലിനും രണ്ടും കറക്റ്റായിട്ട് പഠിച്ചു വെച്ചേക്കാം. മീഥൈൽ ഓറഞ്ച് 0 to മീഥൈൽ വയലറ്റ് ആണ്. മീഥൈൽ ഓറഞ്ച് 3.46 to 4.4, അതായത് ഒരു അസിഡിക് മീഡിയം. നോർമൽ കണ്ടോ, PK 3.46 ആണ്. PHന്റെ ചേഞ്ച് വരുന്ന റീജിയൻ കണ്ടോ, ഇതിനെക്കാട്ടി ഒരു 3.1 to 4.4ലാണ് അവർക്ക് PHന്റെ റേഞ്ച് വരുന്നത്. അതായത് ആ ഒരു കളർ ചേഞ്ച് വരുന്ന റീജിയൻ. നോർമൽ PK ആണ്, ഇൻഡിക്കേറ്ററിന്റെ വാല്യൂ ആണ് 3.46. കളർ ചേഞ്ച് വരുന്ന റീജിയൻ ആണ് 3.1 to 4.4. ഓക്കെ, അത് ആസിഡിൽ റെഡും ബേസിൽ യെല്ലോ അല്ലെങ്കിൽ ഓറഞ്ച്. റെഡ് ടു യെല്ലോ, ഓറഞ്ച് ടു റെഡ്, അങ്ങനെ പിടിച്ചാലും മതി. യെല്ലോ, ഓറഞ്ച് ടു റെഡ്, ബേസ് ടു ആസിഡ്. കാരണം നമ്മൾ ബ്യൂററ്റിൽ എടുക്കുന്ന പിപ്പറ്റ് ചെയ്യുന്ന എപ്പോഴും ബേസാണ്, ആസിഡാണ് ബ്യൂററ്റിൽ എടുക്കുന്നത് കേട്ടോ. നമ്മളെപ്പോഴും ബേസിനാണ് കണ്ടുപിടിക്കുന്നത്. രണ്ടാമത്തത് ഫിനോഫ്തലിൻ ആണ്. അതുണ്ടോ 9.20 ആണ് PK, പക്ഷെ 8.2 to 10 ആണ് PH റേഞ്ച് വരുന്നത്. കളർലെസ് ടു പിങ്ക് ആണ്. കളർലെസ് ടു പിങ്ക്. റെഡ് ടു യെല്ലോ അല്ലെങ്കിൽ ഓറഞ്ച്, കളർലെസ് ടു പിങ്ക്. പിങ്ക് അല്ലെങ്കിൽ റെഡ്. ബാക്കിയൊക്കെ ഒന്ന് ഓർത്ത് വെച്ചിരുന്നാൽ മാത്രം മതി, ചോദിക്കണം നിർബന്ധമൊന്നുമില്ല. കളർ ചേഞ്ച് മാത്രം ഒന്ന് പഠിച്ചു വെച്ചാൽ മതി കേട്ടോ. ക്ലിയർ ആയിട്ട് കളർ ചേഞ്ച് മാത്രം. മീഥൈൽ വയലറ്റ്, തൈമോൾ ബ്ലൂ, മീഥൈൽ റെഡ്. ആദ്യമായിട്ട് യൂസ് ചെയ്ത തൈമോൾ ബ്ലൂ കേട്ടോ. മീഥൈൽ റെഡ്, ലിറ്റ്മസ് പേപ്പർ, ലിറ്റ്മസ് പേപ്പർ അല്ല, ലിറ്റ്മസ് ആണ്. ബ്രോമോ തൈമോൾ ബ്ലൂ, ഫീനോൾ റെഡ്, തൈമോൾ താലിൻ, ദെൻ അലിസാരിൻ യെല്ലോ ആർ. ജസ്റ്റ് ഒന്ന് പഠിച്ചു വെച്ചേക്കാം ആൾക്കാരെല്ലാം. ഇല്ല, തിയറി ഓഫ് ഫിനോഫ്തലിൻ ആൻഡ് മീഥൈൽ ഓറഞ്ച്, ഇതാണ് നമ്മൾ കൂടുതലും പഠിക്കുന്നത്. കാരണം നമ്മൾ നോർമലി ഇൻഡിക്കേറ്റേഴ്സ് ആയിട്ട് യൂസ് ചെയ്യുന്ന ഫിനോഫ്തലിനും മീഥൈൽ ഓറഞ്ചും ആണ്. അവരുടെ തിയറിയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫിനോഫ്തലിനും മീഥൈൽ ഓറഞ്ചും എങ്ങനെയാണ് കളർ ചേഞ്ച് കാണിക്കുന്നത്. ഫിനോഫ്തലിനാണെങ്കിൽ നമുക്കറിയാം റെഡ് ടു യെല്ലോ അല്ലെങ്കിൽ ഓറഞ്ച് ആണ്, മറ്റേതാണെങ്കിൽ കളർലെസ് ടു പിങ്ക് ആണ്. എങ്ങനെയാണ് ഈ ഒരു ട്രാൻസ്ഫർ നടക്കുന്നത്? ഫിനോഫ്തലിൻ ട്രാൻസിഷൻ PH നമുക്കറിയാം 9 something ആണ് അതിന്റെ PK, പക്ഷെ PH റേഞ്ച് വരുന്നത്, PK എന്ന് പറഞ്ഞാൽ ഡിസോസിയേഷൻ കോൺസ്റ്റന്റ് ഫോർ ആസിഡ് ആണ് കേട്ടോ. അതിന്റെ മൈനസ് ലോഗ് ആണ് PK. ട്രാൻസിഷൻ PH 8.2. അത് നിങ്ങൾ ഇക്വിലിബ്രിയത്തിൽ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം കേട്ടോ. ട്രാൻസിഷൻ PH വരുന്നത് 8.2 to 10 ആണ്. അസിഡിക് ആണ് ലെസ് ദാൻ 8.2. അവിടെ നമുക്ക് ലാക്ടോൺ ഫോം ആണ്, അതായത് കളർലെസ് ആണ്. റിംഗ് ക്ലോസ്ഡ്, നോ ക്രോമോഫോർ, അതായത് ലാക്ടോൺ ഫോമിലാണ് കളർലെസ്. പഠിച്ചു വെച്ചോണേ. PH ലെസ് ദാൻ 8.2ലാണ് നമുക്ക് ഈ ലാക്ടോൺ ഫോം വരുന്നത്. 8.2 താഴെ വരുന്നത്, അതായത് 8.2 താഴെ എന്ന് പറയുമ്പോൾ അത് അസിഡിക് മീഡിയത്തിലോട്ട് വരാം. അതാണ് അസിഡിക് എന്ന് പറഞ്ഞേക്കുന്നത്. അസിഡിക് മീഡിയത്തിലാണ് നമുക്ക് ഈ 8.2 എന്ന് പറയുന്ന ഒരു കേസ് വരുന്നത്. അവിടെ നമുക്ക് കളർലെസ് ആണ് കേട്ടോ, കളർലെസ് ആണ്. ദെൻ ബേസിക് മീഡിയത്തിലാണ് PH ഗ്രേറ്റർ ദാൻ 10. അവിടെ ക്വിനോൺ ഫോം ആണ്, പിങ്ക് അല്ലെങ്കിൽ റെഡ് ആണ്. കളർലെസ് ടു പിങ്ക് അല്ലെങ്കിൽ റെഡ് ആണ്, എക്സ്റ്റെൻഡഡ് കോൺജുഗേഷൻ ആണ്. ലോസസ് കളർ അഗെയിൻ ഇൻ വെരി സ്ട്രോങ് ബേസ്. വളരെ സ്ട്രോങ് ബേസ് ആണെങ്കിൽ കളർ പിന്നെയും ലോസ് ആവും. കളർലെസ് ഡൈ ആനിയോൺ ഓവർ ബേസ് ഡീകളറൈസേഷൻ, അത് വേണമെന്നില്ല. PK 9.2 ആണ്, ബെസ്റ്റ് ഫോർ വീക്ക് ആസിഡ് സ്ട്രോങ് ബേസ്. PK വരുന്നത് നമ്മൾ പറഞ്ഞു 9.2 ആണ്. റേഞ്ച് വരുന്നത് 8.2 to 10 PK വരുന്നത് 9.2 ആണ്. അത് വീക്ക് ആസിഡിന്റെയും സ്ട്രോങ് ബേസിന്റെയും കേസിൽ, കാരണം ബേസ് ആണ് സ്ട്രോങ്. ബേസിക് റീജിയൻ ആണ് 8.2 to 10. അതുകൊണ്ടാണ് വീക്ക് ആസിഡ് സ്ട്രോങ് ബേസ്. അതല്ല, സ്ട്രോങ് ആസിഡും സ്ട്രോങ് ബേസിലും യൂസ് ചെയ്യാം. എമൗണ്ട് യൂസ്ഡ് 2 to 3 drops ഫോർ 25 ml ലിറ്റർ ഓഫ് സൊല്യൂഷൻ. അതായത് നിങ്ങൾ 20 ml പിപ്പറ്റ് ചെയ്യുന്നത്, അപ്പോൾ ഇത് ഏകദേശം ഒരു ഡ്രോപ്പ് ആഡ് ചെയ്താൽ മതി. ചിലരുടെ അടുത്ത് കമത്താറുണ്ട് മൊത്തത്തിൽ, പക്ഷെ കമത്തി കഴിഞ്ഞാൽ അത്രയും ടൈട്രേഷനിൽ നമുക്ക് മിസ്റ്റേക്ക് വരും. ഒരു ഡ്രോപ്പ് ആഡ് ചെയ്താൽ മതി, കളർ വരും. ചിലർ പെട്ടെന്ന് കിട്ടാൻ വേണ്ടി 2-3 ഡ്രോപ്പൊക്കെ ആഡ് ചെയ്യും. 2-3 ഡ്രോപ്പ് ആഡ് ചെയ്യുന്നത് 25 ml, നമ്മൾ പിപ്പറ്റ് ചെയ്യുന്ന 20 ml. ഒരു ഡ്രോപ്പ് ആഡ് ചെയ്താൽ മതി, മാക്സിമം 2 ഡ്രോപ്പ്, അതിൻ്റെ ആവശ്യമേ ഉള്ളൂ. രണ്ടാമത്തേത് മീഥൈൽ ഓറഞ്ച് ആണ്. മീഥൈൽ ഓറഞ്ച് അസോഡൈ ആണ്.
മറ്റേ ലാക്ടോൺ ഫോമും ക്യുനോയിഡ് ഫോമും ആണ്, പക്ഷെ ഇവിടെ അസോഡൈ ആണ്. N ട്രിപ്പിൾ ബോണ്ട് N ക്രോമോഫോർ ആണ്, നമ്മളത് ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. ബേസ്ഡ് ഇൻഡിക്കേറ്റർ ആണ്. N ട്രിപ്പിൾ ബോണ്ട് N ഡബിൾ ബോണ്ട് N ക്രോമോഫോർ. അതായത് അസോഡൈ ആണ്. N ഡബിൾ ബോണ്ട് N ആണ് നമ്മൾ അസോ എന്ന് വിളിക്കുന്നത്. രണ്ട് നൈട്രജൻ വരുന്നത് അത് ക്രോമോഫോർ ആണ്. കാരണം നമുക്കറിയാം ഡബിൾ ബോണ്ട് വരുന്നതെല്ലാം ക്രോമോഫോറുകളാണ്. ബേസ്ഡ് ഇൻഡിക്കേറ്റർ ആണ്. ഇൻ അസിഡിക് മീഡിയം pH ലെസ് ദാൻ 3.1 പ്രോട്ടോണേറ്റഡ് ക്രോമോഫോർ, പ്രോട്ടോണേറ്റഡ് അസോഡൈ ആണ്. അവിടെ നമുക്ക് റെഡ് ക്യുനോയിഡ് ഫോം ആണ്. എന്നാൽ ഡീപ്രോട്ടോണേറ്റഡ് ഫോം ആണ് യെല്ലോ, അത് അസോ ഫോം ആണ്. അവിടെ ലാക്ടോൺ ഫോമും ക്യുനോയിഡ് ഫോമും ആണെങ്കിൽ ഇവിടെ ക്യുനോയിഡ് ഫോമും യെല്ലോ ഫോം അല്ല അസോ ഫോമും ആണ് കേട്ടോ. pKa 3.46 ആണ്. യൂസ്ഡ് ഇൻ ടൈട്രേഷൻ വിത്ത് ഇക്വലൻസ് pH ലെസ് ദാൻ 7. ബെസ്റ്റ് ഫോർ സ്ട്രോങ് ആസിഡ് വേഴ്സസ് വീക്ക് ബേസ്. നോട്ട് സ്യൂട്ടബിൾ ഫോർ വീക്ക് ആസിഡ് സ്ട്രോങ് ബേസ്. EP ടു ആൽക്കലൈൻ. കാരണം ആൽക്കലൈൻ കൂടുതലാണ്. അസിഡിക് റീജിയനിൽ മാത്രമേ നമുക്ക് മീഥൈൽ ഓറഞ്ച് യൂസ് ചെയ്യാൻ പറ്റൂ. സോ ഈ രണ്ട് കാര്യങ്ങളും മസ്റ്റായിട്ടും പഠിച്ചു വെച്ചേക്കണം. ഫിനോഫ്തലിനും മീഥൈൽ ഓറഞ്ച് രണ്ട് കാര്യങ്ങളും pH റേഞ്ച് എന്താണ്, എവിടെയാണ് അവർ pH റേഞ്ച് കാണിക്കുന്നത്, എന്ത് ഫോമാണ് pHന്റെ വ്യത്യാസത്തിന് കാരണം. ഈ ടേബിൾ പഠിക്കണമെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. ഇത് നമ്മുടെ ഇൻഡിക്കേറ്റേഴ്സിനെ ഒന്ന് ലിസ്റ്റ് ചെയ്തു എന്നേ ഉള്ളൂ. അത് നിങ്ങൾ നോക്കണമെന്നില്ല. ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് മനസ്സിലാക്കുക. ആസിഡ് ബേസ് ടൈട്രേഷനകത്ത് എൻഡ് പോയിന്റ് കണ്ടുപിടിക്കുന്ന, എൻഡ് പോയിന്റ് എന്ന് പറയുമ്പോൾ ആസിഡ് ബേസും കൂടെ ന്യൂട്രലൈസ് ആവുന്ന പോയിന്റ് അല്ല, അതിനുശേഷം വരുന്ന പോയിന്റ് ആണ് എൻഡ് പോയിന്റ്. അവിടെ ഈ ആസിഡ് ബേസ് ന്യൂട്രലൈസ് ആകുമ്പോഴത്തേക്ക് അവിടെ കളർ ചേഞ്ച് വരത്തില്ല. അടുത്തൊരു മീഡിയം ആകുമ്പോഴേ അവിടെ കളർ ചേഞ്ച് വരത്തുള്ളൂ. ഫിനോഫ്തലിനും മീഥൈൽ ഓറഞ്ച്. ഫിനോഫ്തലിൻ 8.2 to 10 ആണ് നമ്മളുടെ ട്രാൻസിഷൻ pH വരുന്നത്. പക്ഷെ നോർമൽ pKa 9.2 ആണ്. അതുകൊണ്ട് തന്നെ pH ഗ്രേറ്റർ ദാൻ 7 ആണ്. വീക്ക് ആസിഡിന്റെയും സ്ട്രോങ് ബേസിന്റെയും കേസിലായിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നത്. ആസിഡിൽ അവർക്ക് ലാക്ടോൺ ഫോം ആണ്, അതായത് 8.2ലും താഴെ ലാക്ടോൺ ഫോം ആണ്. അവിടെ അവർക്ക് കളർലെസ് ആണ്. റിങ് ക്ലോസ്ഡ് റിങ് ആണ്, ക്രോമോഫോറുകളും ഇല്ല. ഓക്കെ. എന്നാൽ ബേസിലാണെങ്കിൽ pH ഗ്രേറ്റർ ദാൻ 10 ആണ്. 10ൽ കൂടുതൽ വരും. 10ൽ കൂടുതലാണല്ലോ ബേസിൽ. അവിടെ pH ലെസ് ദാൻ 10 വരും. ഗ്രേറ്റർ ദാൻ 10 ലെസ് ദാൻ 10 വരും. കാരണം 8.2 to 10 ആണ്. 8 പോയിന്റിൽ താഴെയാണെങ്കിൽ അസിഡിക്ക്, 8 പോയിന്റ് മുകളിലാണെങ്കിൽ 10ൽ താഴെയാണെങ്കിൽ ബേസിക് റേഞ്ച്. ക്യുനോയിഡ് ഫോം ആണ്. പിങ്ക് അല്ലെങ്കിൽ റെഡ് ആണ് എക്സ്റ്റൻഡ് കോൺജുഗേഷൻ. അപ്പോൾ ലാക്ടോൺ ഫോമും ക്യുനോയിഡ് ഫോം. ക്യുനോയിഡ് ഫോം ആണ് റെഡ് അല്ലെങ്കിൽ പിങ്കിന് കാണും. ലാക്ടോൺ ഫോം ആണ് കളർലെസ്. അസിഡിക് മീഡിയത്തിൽ ലാക്ടോൺ ഫോമും ബേസിക് മീഡിയത്തിൽ ക്യുനോയിഡ് ഫോം. ഓക്കെ, 2 ഡ്രോപ്പ് മതി കേട്ടോ. ഇനി നമ്മളുടെ മീഥൈൽ ഓറഞ്ച് അസോഡൈ ആണ്. മീഥൈൽ ഓറഞ്ച് N ഡബിൾ ബോണ്ട് N ക്രോമോഫോർ ഉണ്ട്, അതാണ് ക്രോമോഫോർ അവിടുത്തെ. അസിഡിക് മീഡിയത്തിൽ അതിന് ക്യുനോയിഡ് ഫോം ആണ്, റെഡ് കളറും പ്രോട്ടോണേറ്റഡ് ആണ്. ബേസിക് മീഡിയത്തിൽ അസോ ഫോം ആണ്, നോട്ട് ഡീപ് പ്രോട്ടോണേറ്റഡ് ആണ്. pH 3.46 ആണ്. pH റേഞ്ച് 3.1 to 4.4 ആണ്. ലെസ് ദാൻ 7 ആയതുകൊണ്ട് തന്നെ സ്ട്രോങ് ആസിഡ് വേഴ്സസ് വീക്ക് ബേസിന്റെ കേസിലാണ് നമ്മൾ ഈ ഇൻഡിക്കേറ്ററിനെ യൂസ് ചെയ്യുന്നത്. പഠിച്ചു വെച്ചു. ഹോപ്പ് യു ക്ലിയർ. പാർട്ട് സി ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ബേസിക് പ്രിൻസിപ്പിൾസ് ഓഫ് ഗ്രാവിമെട്രി ആണ്. പാർട്ട് സി നോക്കാം. എന്താണ് ഈ ഗ്രാവിമെട്രി എന്ന് ആദ്യം പറയാം. ഈ ഗ്രാവിമെട്രി എന്ന് പറയുന്നത് ആക്ച്വലി ഒരു ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസ് ആണ്. ക്വാണ്ടിറ്റേറ്റീവ് എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ ഇപ്പൊ അല്ലേ. എമൗണ്ട് കണ്ടുപിടിക്കുന്ന അനാലിസിസിനെയാണ് നമ്മൾ എന്താന്ന് വിളിക്കുന്ന, ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസ് എന്ന് വിളിക്കുന്നത്. ഗ്രാവിമെട്രി എന്ന് പറയുന്നത് ഒരു ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസ് ആണ്. എമൗണ്ട് കണ്ടുപിടിക്കുന്ന ടെക്നിക്കാണ്. ഈ എമൗണ്ട് കണ്ടുപിടിക്കുന്നത് വെയിറ്റ് മെഷർ ചെയ്തിട്ടാണ്. വെയിറ്റ് മെഷർ ചെയ്ത് എമൗണ്ട് കണ്ടുപിടിക്കുന്ന ടെക്നിക്കാണ് ഗ്രാവിമെട്രി. ഞാൻ സിമ്പിളി ഒരു എക്സാമ്പിൾ കാണിക്കാം. AB എന്ന് പറയുന്ന രണ്ട് പേര് നിങ്ങളുടെ കയ്യിലുണ്ട്. ഓക്കെ, ഇതിൽ എയുടെ വെയിറ്റ് ആണ് നിങ്ങൾക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നിങ്ങൾ ചെയ്യുന്നത് എയെ ആരെങ്കിലുമൊക്കെ ആയിട്ട് റിയാക്ട് ചെയ്ത് പ്രസിപ്പിറ്റേറ്റ് ആക്കി മാറ്റും. ബിയെ മാറ്റത്തില്ല. എയെ ആരെങ്കിലുമൊക്കെ ആയിട്ട് റിയാക്ട് ചെയ്ത് പ്രസിപ്പിറ്റേറ്റ് ആക്കി മാറ്റി അതിനെ പിന്നെ പല രീതിയിൽ വെയിറ്റ് ഫിൽട്രേഷനും വാഷിങ്ങും ഒക്കെ ചെയ്ത് വെയിറ്റ് എടുക്കും. ഇതാണ് ചെയ്യുന്നത് ഗ്രാവിമെട്രിയിൽ. അതായത് ഒരു ഡിറ്റക്ഷൻ ടെക്നിക്കാണ്. ഡിറ്റക്ഷൻ അല്ല, ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസ് ആണ്. എമൗണ്ട് കണ്ടുപിടിക്കുന്ന ടെക്നിക്കാണ് ബേസ്ഡ് ഓൺ വെയിറ്റ്. വെയിറ്റ് നോക്കി വെയിറ്റ് മനസ്സിലാക്കി എമൗണ്ട് കണ്ടുപിടിക്കുന്ന ടെക്നിക്കാണ് നമ്മളുടെ ഗ്രാവിമെട്രിക് അനാലിസിസ് എന്ന് പറയുന്നത്. വെയിറ്റ് അനലൈസ് ചെയ്തെടുക്കുന്ന ടെക്നിക്ക് ഗ്രാവിമെട്രി. ഗ്രാവിറ്റി വെയിറ്റ് ആണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. നോക്കാം. ബേസിക് പ്രിൻസിപ്പിൾസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് മാത്രമേ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. Gravimetry analysis is a classical quantitative analytical methods in which the analyte is isolated as pure stable compound of non-chemical composition.
അനലൈറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് മെഷർ ചെയ്യേണ്ട ആളെയാണ് നമ്മൾ അനലൈറ്റ് എന്ന് വിളിക്കുന്നത്. അനാലിസിസ് നടത്തേണ്ട ആള് അനലൈറ്റ്. ഓക്കെ, ഈ അനാലിസിസ് നടത്തേണ്ട ആളെയാണ് നമ്മൾ അനലൈറ്റ് എന്ന് വിളിക്കുന്നത് കേട്ടോ. ഓക്കെ, ദ മാസ് ഓഫ് ദിസ് കോമ്പൗണ്ട് ഈസ് ആക്യുറേറ്റ്ലി വെയ്റ്റഡ്. കണ്ടോ, ഈ കോമ്പൗണ്ടിന്റെ മാസ്, അതായത് നമ്മൾ ഇപ്പൊ രണ്ട് എയും ബിയും, അതിനകത്ത് എയെ നമ്മൾ ഒരു സ്റ്റേബിൾ കോമ്പൗണ്ട് ആയിട്ട് അല്ലെ, പ്യുവർ ആയിട്ട് സ്റ്റേബിൾ കോമ്പൗണ്ട് ആയിട്ട് നമ്മൾ ഐസൊലേറ്റ് ചെയ്യുന്നു. അതിന്റെ വെയിറ്റ് നമ്മൾ മെഷർ ചെയ്യുന്നു. ആൻഡ് ദ എമൗണ്ട് ഓഫ് അനലൈറ്റ് ഈസ് കാൽക്കുലേറ്റഡ് ഫ്രം ദ മാസ് ഓഫ് സ്റ്റോഷിയോമെട്രി ഓഫ് കെമിക്കൽ ഫോർമുല. എന്നിട്ട് ഇതിനെ നമ്മൾ അതിൽ നിന്ന് നമ്മുടെ എമൗണ്ട്, ഇപ്പം എയും ബിയും ഇതൊരു ചേർന്നിരിക്കുക, അതിൽ എയെ ഞാൻ ആരോ ഒക്കെ ആയിട്ട് റിയാക്ട് ചെയ്തിട്ട് ഇപ്പം എ എക്സ് എന്ന് പറയുന്ന കോമ്പൗണ്ട് ആക്കി മാറ്റി എന്ന് വിചാരിക്കുക, എ എക്സ്. എന്നിട്ട് എ എക്സിന്റെ വെയിറ്റ് ഞാൻ മെഷർ ചെയ്യും. എന്നിട്ട് അതിന്റെ ഫോർമുലയിൽ നിന്ന് എ കണ്ടുപിടിക്കും. ഇപ്പൊ എ എക്സിന്റെ വെയിറ്റിൽ എക്സ് എനിക്ക് അറിയാമെങ്കിൽ ഇപ്പൊ 100 കിട്ടിയത്, അതിൽ എക്സിന്റെ എമൗണ്ട് 20 ആണെങ്കിൽ ബാക്കി എത്ര? 80. അപ്പൊ എയുടെ വെയിറ്റ് 80 ആണ്. ഇതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം ഇവരെ സെപ്പറേറ്റ് ചെയ്ത് നമ്മൾ ഒരാളുമായിട്ട് റിയാക്ട് ചെയ്യിപ്പിച്ചിട്ട് എയെ നമ്മൾ പ്രസിപ്പിറ്റേറ്റ് ചെയ്യിപ്പിക്കും. ആ പ്രസിപ്പിറ്റേറ്റിനെ പിന്നെ വാഷ് ചെയ്ത് ഫിൽട്ടർ ചെയ്ത് വൃത്തിയാക്കി ക്ലീൻ ആക്കി അതിനെ നമ്മൾ വെയിറ്റ് എടുക്കും. വെയിറ്റ് എടുത്തിട്ട് ആ വെയിറ്റിൽ നിന്ന് എക്സ് ഏതാണോ കൂടുതലുള്ള ആൾ അയാളുടെ വെയിറ്റിനെ മാറ്റിയിട്ട് നമ്മൾ മറ്റേ ആളുടെ വെയിറ്റ് അനലൈസ് ചെയ്യും. ഇതാണ് ഗ്രാവിമെട്രി. ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ വെയിറ്റ് മെഷറിങ്. വെയിറ്റ് ആണ് നമ്മൾ മെഷർ ചെയ്യുന്നത്. റിയാക്ഷൻ നടത്തി വെയിറ്റ് മെഷർ ചെയ്യുന്ന ടെക്നിക്കാണ് ഗ്രാവിമെട്രി. കേൾക്കാൻ എളുപ്പമാണ്, ചെയ്യാൻ നല്ല പാടാണ്. ചെറിയൊരു മിസ്റ്റേക്ക് പോലും നമുക്ക് കംപ്ലീറ്റ് റിസൾട്ട് തെറ്റിക്കും. കാരണം വെയിറ്റ് ആണ് നമ്മൾ മെഷർ ചെയ്യുന്നത്. ചെറിയൊരു അശ്രദ്ധ പോലും നമുക്ക് വെയിറ്റ് നഷ്ടപ്പെട്ടു പോകാം ഈ വാഷ് ഒക്കെ ചെയ്യുന്ന സമയത്ത്. വളരെ ഇമ്പോർട്ടൻറ്റ് ടെക്നിക്കാണ് കേട്ടോ. നല്ല എറർ വരുന്ന ടെക്നിക്കാണ്. PGയിൽ നമ്മൾ പഠിക്കുന്ന ഒരു ടെക്നിക്കാണ് ഗ്രാവിമെട്രി. പ്രിൻസിപ്പിൾ: ഗ്രാവിമെട്രി ഡിപ്പെൻഡ്സ് ഓൺ ആക്യുറേറ്റ് വെയിറ്റ്. കണ്ടോ, കൃത്യമായിട്ട് തന്നെ നിങ്ങൾ വെയിറ്റ് എടുക്കണം. ദ മോസ്റ്റ് ഫണ്ടമെന്റൽ മെഷർമെന്റ് ഇൻ കെമിസ്ട്രി. നോ കാലിബ്രേഷൻ സ്റ്റാൻഡേർഡ്സ് ഓർ സ്പെക്ട്രോസ്കോപ്പി മെഷർമെന്റ്സ് ആർ നീഡഡ്. ദി മെഷർമെന്റ് ഈസ് അബ്സല്യൂട്ട്. നമുക്ക് ഒരു കൃത്യമായിട്ടുള്ള മെഷർമെന്റ് ആയിരിക്കും. നമ്മൾ ചെയ്യുന്ന രീതി പക്ക ആണെങ്കിൽ നമുക്ക് ക്ലിയർ റിസൾട്ട് ആയിരിക്കും കിട്ടുന്നത്. ഒരു തെറ്റും വരത്തില്ല. പിന്നെ നമുക്ക് പ്രത്യേകിച്ച് സ്പെക്ട്രോസ്കോപ്പിക് മെഷർമെന്റ്സോ അല്ലെങ്കിൽ കാലിബ്രേഷനോ ഒന്നും വേണ്ട. കാലിബ്രേഷൻ മീൻസ് ഒരാളെ വെച്ചിട്ട് നമ്മൾ സ്റ്റാൻഡർഡൈസ് ചെയ്യുന്നതിനാണ് കാലിബ്രേഷൻ എന്ന് വിളിക്കുന്നത്. ഇതിനൊന്നും ആവശ്യം നമുക്കില്ല. ഈ മെത്തേഡ് കൃത്യമായിട്ട് ചെയ്യാൻ പറ്റില്ല. ദിസ് മേക്ക് ഇറ്റ്സ് വൺ ഓഫ് ദ മോസ്റ്റ് ആക്യുറേറ്റ് അനലിറ്റിക്കൽ മെത്തേഡ്സ് അവൈലബിൾ. ഒരു ആക്യുറേറ്റ് ആയിട്ടുള്ള അനലിറ്റിക്കൽ മെത്തേഡാണ്, പക്ഷേ എറർ വരാൻ ചാൻസ് ഭയങ്കര കൂടുതലാണ്. പക്ഷെ കെയർഫുൾ ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ എറർ വരത്തില്ല. കെയർഫുൾ ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനെക്കാട്ടിയും നല്ലൊരു ബെസ്റ്റ് മെത്തേഡ് ഇല്ല വെയിറ്റ് മെഷർ ചെയ്യാനായിട്ട്. ഓക്കെ, നോക്കാം. സ്റ്റെപ്സ് ഇൻ ഗ്രാവിമെട്രിക് അനാലിസിസ്. എന്തൊക്കെ സ്റ്റെപ്സ് ആണ് നമ്മൾ ഗ്രാവിമെട്രിയിൽ ചെയ്യുന്നത്? ഒന്ന്, ഡിസൊല്യൂഷൻ ആണ്. ഡിസോൾവ് ദ സാമ്പിൾ ഇൻ ആൻ അപ്രോപ്രിയേറ്റ് സോൾവെന്റ് ടു ബ്രിങ് ദ അനലൈറ്റ് ഇൻ ദ സൊല്യൂഷൻ. നമ്മുടെ കയ്യിൽ എയും ബിയും ഉണ്ട്. ഈ എയും ബിയെയും എടുത്തിട്ട് നമ്മൾ ഒരു സ്യൂട്ടബിൾ സോൾവെന്റ്, കൂടുതലും വെള്ളം എങ്ങാണമായിരിക്കും അല്ലെങ്കിൽ എന്താണോ അവർ പറയുന്ന പ്രൊസീജിയറിൽ കാണും, ആ സോൾവെന്റിൽ നമ്മൾ ഡിസോൾവ് ചെയ്യിപ്പിക്കും. സോൾവെന്റ് ഇപ്പോൾ കാർബൺ ടെട്രാക്ലോറൈഡ് ആവാം, അസറ്റോൺ ആകാം, വെള്ളമാകാം, ബെൻസീൻ ആകാം, ഏത് വേണമെങ്കിലും ആവാം. അതിനകത്ത് നമ്മൾ അവർ എന്തിനാ ഡിസോൾവ് ചെയ്യിപ്പിക്കുന്ന അറിയാമോ? നമ്മൾ എ ആണ് സെപ്പറേറ്റ് ചെയ്യുന്നതെങ്കിൽ അയാളെ പുറത്തോട്ട് കൊണ്ടുവരാൻ. കാരണം പുറത്തോട്ട് വരാൻ മാറ്റിക്കൊണ്ടുവരാനല്ല, അയാൾ ബി ആയിട്ട് മിക്സ് ചെയ്തെടുക്കാം. പക്ഷെ ഡിസോൾവ് ചെയ്യിപ്പിക്കുമ്പോഴത്തെ എയും ബിയും രണ്ടുപേരും അതിനകത്ത് ഡിസോൾവ് ആകുമല്ലോ. അങ്ങനെ add an excess of precipitating agent to completely precipitate the analyte as sparingly soluble compound. എന്നിട്ട് നമ്മളൊരു precipitating agent, അതായത് precipitate പ്രൊഡ്യൂസ് ചെയ്യുന്ന ഏജന്റ്. ഇപ്പം എ ആണ് നിങ്ങൾക്ക് അനലൈസ് ചെയ്യേണ്ടതെങ്കിൽ എയെ പ്രസിപ്പിറ്റേറ്റ് ചെയ്യുന്ന ഒരാളെ നിങ്ങൾ ആഡ് ചെയ്യും. ഇപ്പം AG എന്ന് പറയുന്ന ആൾ, അത് എയെ പ്രസിപ്പിറ്റേറ്റ് ചെയ്യുന്ന ആണെങ്കിൽ AG നമ്മൾ ആഡ് ചെയ്യും. അപ്പം എ മാത്രം പ്രസിപ്പിറ്റേറ്റ് ആയിട്ട് വരും. പ്രസിപ്പിറ്റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിയാക്ഷൻ നടക്കുമ്പോഴത്തേക്ക് ഇൻസോളബിൾ ആയിട്ടുള്ള സോളിഡ് സബ്സ്റ്റൻസിനെയാണ് നമ്മൾ പ്രസിപ്പിറ്റേറ്റ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ പ്രസിപ്പിറ്റേറ്റ് നമുക്ക് ഫോം ചെയ്യും. അത് നമ്മൾ റിയാക്ഷനകത്ത് നമ്മൾ ചെയ്യാറില്ല, പ്രസിപ്പിറ്റേറ്റ് പോലെ കിടക്കുന്ന ഡിസോൾവ് ചെയ്യാത്ത കട്ടിയായിട്ട് കിടക്കുന്ന ഒരു സാധനം, അത് ഫോം ചെയ്യും. Allow the precipitate to digest in the host mother liquor larger pure crystals of forms. Host wall ripening നമ്മൾ പറയും, ഡൈജഷൻ ആണ്. നമ്മൾ allow the precipitate to digest or age. Digest means അതിനകത്ത് ഡിസോൾവ് ചെയ്യുക എന്നുള്ള മീനിങ് ആണ്. In the hot mother liquor large pure crystals form. Filtration: separate the precipitate from the mother liquor using a filter crucible or filter paper. Filter paper വെച്ച് നമ്മൾ അതിന് എന്ത് ചെയ്യുന്നു? ഫിൽട്ടർ ചെയ്ത് മാറ്റും. പ്രസിപ്പിറ്റേറ്റ് ചെയ്യുന്നു, ഫിൽട്ടർ ചെയ്ത് മാറ്റും. വാഷിംഗ്:
ഇമ്പോർട്ടൻ്റ് ആണ്. ഇതാണ് മെയിൻ കാര്യം. വാഷിംഗ് ദ പ്രസിപ്പിറ്റേറ്റ്, കാരണം വാഷ് ചെയ്യുമ്പോൾ പ്രസിപ്പിറ്റേറ്റ് നഷ്ടപ്പെട്ടു പോയത്. ഇമ്പ്യൂരിറ്റീസ് അഡ്സോർബ്ഡ് അയൺ വിത്തൗട്ട് ഡിസോൾവിംഗ് ദ പ്രസിപ്പിറ്റേറ്റ്. നമ്മൾ പ്രസിപ്പിറ്റേറ്റിനെ വാഷ് ചെയ്യുന്നു. ഡ്രൈയിങ് ആൻഡ് ഇഗ്നിഷൻ, ഡ്രൈ ഓർ ഇഗ്നൈറ്റ് മഫിൾ ഫർണസ് ആണ്. വളരെ സാധനം ഭയങ്കര ചൂട് കൂടിയ സാധനമാണ്. എങ്ങനെ ഇരിക്കും ഫർണസ്? ഇവിടെ ഒരു കുഴിയുണ്ട്. ഇത് ഇത്രയുള്ള സംഭവം. ഒരു വയറും കൂടെ കാണും. അത് വയർ കണക്ട് ചെയ്യുമ്പോഴത്തേക്ക് ഇത് റെഡ്, അതിനകത്ത് വെക്കുന്ന സാധനം റെഡ് ഹോട്ടാണ്. നമ്മുടെ ഈ കമ്പിയൊക്കെ പഴുക്കുമ്പോൾ ഒരു കളർ വരത്തില്ല, ആ കളറാവും അതിനകത്ത് വെക്കുന്ന സാധനം. അതുവഴി ഈ പേപ്പറൊക്കെ കത്തിപ്പോവും. ഈ സാധനം മാത്രം അവിടെ കിടക്കും, പ്രസിപ്പിറ്റേറ്റ് മാത്രം കിടക്കും. ഡ്രൈയിങ് ഇഗ്നൈറ്റ് മഫിൾ ഫർണസ് ടു കോൺസ്റ്റന്റ് മാസ് ടു റിമൂവ് വാട്ടർ ആൻഡ് കൺവേർട്ട് ദ ഫൈനൽ വെയിങ് ഫോം. Accurately weight the cold precipitate in a weighting crucible using the analytical balance. Calculate the amount of analytic from the mass using gravimetric factor. ഗ്രാവമെട്രിക് ഫാക്ടർ വെച്ചിട്ട് നമ്മൾ അതിന് അനലൈസ്. ഇത്രയുള്ള സംഭവം. എയും ബിയും രണ്ട് ഡിഫറൻറ്റ് ആൾക്കാർ. ഇവരെ നമ്മളൊരു സ്യൂട്ടബിൾ സോൾവെന്റിൽ ഡിസോൾവ് ചെയ്യിപ്പിക്കുന്നു. കാരണം നമുക്ക് സെപ്പറേറ്റ് ചെയ്യേണ്ട ആൾ അതിനകത്ത് വരാൻ വേണ്ടിയിട്ടാണ്. അതിനകത്ത് നമ്മൾ മദർ ലിക്വിഡിലോട്ട് കൊടുക്കുന്നു, പ്രസിപ്പിറ്റേറ്റ് ഫോം ചെയ്യുന്നു. ആ പ്രസിപ്പിറ്റേറ്റ് നമ്മൾ ഫിൽട്ടർ ചെയ്യുന്നു, വാഷ് ചെയ്യുന്നു. വാഷ് ചെയ്തിട്ട് നമ്മളതിനെ എന്ത് ചെയ്യുന്നു? ഡ്രൈ ചെയ്യുന്നു. ഡ്രൈ ചെയ്തിട്ട് ഇഗ്നൈറ്റ് ചെയ്യുന്നു, കത്തിക്കുന്നു. കത്തിക്കുമ്പോഴത്തേക്ക് ആ പേപ്പറൊക്കെ അങ്ങ് പോകും. പിന്നെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ അങ്ങ് പോകും. നമ്മുടെ പ്രസിപ്പിറ്റേറ്റ് മാത്രമാവും. അതിൻ്റെ വെയിറ്റ് പോയി എടുക്കുന്നു. പിന്നെ നമ്മുടെ സ്റ്റോഷിയോമെട്രിയൊക്കെ നോക്കി കൂടുതലുള്ള ആൾ ആരാണെന്ന് മനസ്സിലാക്കി നമ്മുടെ എയുടെ എമൗണ്ട് കണ്ടുപിടിക്കും. ഇതാണ് ഗ്രാവിമെട്രിക് അനാലിസിസ്. വെയിറ്റിംഗ് ടെക്നിക്കാണ്, അനലിറ്റിക്കൽ മെത്തേഡാണ്, പിന്നെ ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസ് ആണ്. എമൗണ്ട് ആണ് കണ്ടുപിടിക്കുന്നത്, നോട്ട് എ ക്വാളിറ്റേറ്റീവ് അനാലിസിസ്. എമൗണ്ട് ഓഫ് അനലൈറ്റ് എന്ന് പറയുന്നത് മാസ് ഓഫ് അനലൈറ്റ് ഇസ് ഈക്വൽ ടു മാസ് ഓഫ് പ്രസിപ്പിറ്റേറ്റ് ഇൻറ്റു GF. GF എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മളുടെ എന്താ ഗ്രാവിമെട്രിക് ഫാക്ടർ ആണ് കേട്ടോ. ഡയറക്റ്റ് കാൽക്കുലേഷൻ ഫ്രം ദി വെയ്ഡ് മാസ്. നമുക്ക് ആ വെയിറ്റ് കിട്ടുന്ന മാസിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? അനലൈറ്റിന്റെ മാസ് കണ്ടുപിടിക്കാൻ പറ്റും. ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. പ്രോപ്പർട്ടീസ് ഓഫ് ഐഡിയൽ പ്രസിപ്പിറ്റേറ്റ്. കെമിക്കൽ റിക്വയർമെന്റ് ആണ്. വെരി സ്പെയറിംഗ്ലി സോൾബിൾ. KSP കുറവായിരിക്കണം. KSP കുറവാണെങ്കിൽ QSP കൂടത്തുള്ളൂ. QSP കൂടിയാലേ പ്രസിപ്പിറ്റേറ്റ് ഉണ്ടാവത്തുള്ളൂ. KSPയുടെ വാല്യൂ കുറവായിരിക്കും, അതായത് പ്രസിപ്പിറ്റേഷൻ നടക്കണം. 99.9%-നെക്കാട്ടിയും കൂടുതൽ പ്രസിപ്പിറ്റേറ്റ്, എല്ലാവരും പ്രസിപ്പിറ്റേറ്റ് മാറും. കാരണം എല്ലാവരും പ്രസിപ്പിറ്റേറ്റ് മാറിയാലേ എമൗണ്ട് കറക്റ്റായിട്ട് കിട്ടത്തുള്ളൂ. അല്ലാതെ 100 ആൾക്കാരിൽ 99 പ്രസിപ്പിറ്റേറ്റ് മാറി, ഒരാൾ പ്രസിപ്പിറ്റേറ്റ് മാറില്ല, അപ്പം ഒരാളുടെ വീട്ടിൽ നമുക്ക് കിട്ടുമോ? ഇല്ല. അപ്പം എപ്പോഴും KSPയുടെ വാല്യൂ നല്ല കുറവായിരിക്കണം. KSPയുടെ വാല്യൂ നല്ല കുറവായാലേ QSP കൂടത്തുള്ളൂ. QSP കൂടിയാലേ പ്രസിപ്പിറ്റേഷൻ നടക്കത്തുള്ളൂ. പ്യുവർ ആൻഡ് ഫ്രീ ഫോം അബ്സോർബ്ഡ് ഇമ്പ്യൂരിറ്റീസ്. ഇനി അതിനകത്ത് എന്തെങ്കിലും ഇമ്പ്യൂരിറ്റീസ് ഉണ്ടെങ്കിൽ അതൊന്നില്ലെങ്കിൽ ഫ്രീ ആയിട്ട് ഇയാളുമായിട്ട് റിയാക്ട് ചെയ്ത് ഫ്രീ ആയിട്ട് കാണണം, അല്ലെങ്കിൽ അബ്സോർബ്ഡ് ഫോമിലായിരിക്കണം. അല്ലാതെ ഇതിനകത്ത് കയറി ഡിസോൾവ് ചെയ്ത് കളയരുത്. ഡിസോൾവ് ചെയ്ത് പിന്നെ ഇതിനെ മാറ്റണം, നമ്മൾ സെപ്പറേറ്റ് ടെക്നിക്ക് യൂസ് ചെയ്യണം. അത് മാത്രമല്ല വെയിറ്റിന് വ്യത്യാസവും വരും. ഈസി ടു ഫിൽട്ടർ ആൻഡ് വാഷ്. ഫിൽട്ടർ ചെയ്യാനും വാഷ് ചെയ്യാനും ഈസി ആയിരിക്കണം. കാരണം ഫിൽട്ടറിനെ നമ്മൾ വാഷ് ചെയ്യുന്നുണ്ട്, പിന്നെ അത് കണക്ക് തന്നെ എന്താ പ്രസിപ്പിറ്റേറ്റിനെ നമ്മൾ ഫിൽട്ടർ ചെയ്യുന്നുണ്ട്, വാഷ് ചെയ്യുന്നുണ്ട്. ഇതിനെല്ലാം ഈസി ആയിട്ടുള്ള പ്രസിപ്പിറ്റേറ്റ് ആയിരിക്കണം ഉണ്ടാവേണ്ടത്. എല്ലാ കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യില്ല. നമ്മൾ പറയുന്ന ഒരു ഐഡിയൽ പ്രസിപ്പിറ്റേറ്റ് ആണ്. നമുക്ക് വേണ്ട ഒരു പ്രസിപ്പിറ്റേറ്റ് ഇങ്ങനെ ആയിരിക്കണം. പക്ഷേ ഇതിലെ പല കാര്യങ്ങളും സാറ്റിസ്ഫൈ ചെയ്യാറില്ല. സ്റ്റേബിൾ ഓൺ ഡ്രൈയിങ് ഓൺ ഇഗ്നിഷൻ, നോൺ സ്റ്റോഷിയോമെട്രിക് കോമ്പൻസേഷൻ. അത് കത്തിക്കുമ്പോൾ പ്രത്യേകിച്ച് മാറ്റമൊന്നും വരരുത്, അയാൾ അങ്ങനെ തന്നെ നിൽക്കണം. അപ്പോൾ AgCl കത്തിക്കുമ്പോൾ AgCl കയറി AgCl2 ആയി കളയരുത്, അല്ലെങ്കിൽ AgCl അങ്ങനെ തന്നെ കീപ്പ് ആവണം കത്തിക്കുമ്പോൾ. നോൺ മോളിക്കുലർ ഫോർമുല ഫോർ ആക്യുറേറ്റ് കാൽക്കുലേഷൻ. മോളിക്കുലർ ഫോർമുല കറക്റ്റ് ആയിരിക്കണം, നമ്മൾ ഉദ്ദേശിക്കുന്ന ഫോർമുലയിൽ തന്നെ കിട്ടണം. അപ്പോൾ AgX ഉദ്ദേശിച്ചിട്ട് AgX2 കിട്ടിയിട്ട് കാര്യമില്ലല്ലോ. AgCl എന്ന് പറയുമ്പോൾ AgCl കിട്ടാവും, AgCl2 കിട്ടരുത്. അങ്ങനെ കിട്ടിയാൽ നമ്മുടെ കാൽക്കുലേഷൻ മൊത്തം തെറ്റും. ലാർജ് മോളിക്കുലർ മാസ് ആയിരിക്കണം, സ്മാൾ റിലേറ്റീവ് എററിന് വെയിറ്റ്. വലിയ വെയിറ്റ് ആണെങ്കിൽ നമുക്ക് വെയിറ്റ് എടുക്കുമ്പോഴത്തേക്ക് എറർ വരുന്നത് കുറവായിരിക്കും. ഇതെല്ലാം പ്രസിപ്പിറ്റേറ്റിന്റെ ഒരു നല്ലൊരു പ്രസിപ്പിറ്റേറ്റ് ആകാനുള്ള ക്രൈറ്റീരിയൻസ് ആണ്. ഇത് മിക്കതും സാറ്റിസ്ഫൈ ചെയ്യത്തില്ല. നമ്മൾ ഗ്രാവിമെട്രിയിൽ ചെയ്യുന്നത് ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസ് ആണ്. ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസിൽ എമൗണ്ട് കണ്ടുപിടിക്കുകയാണ്. എമൗണ്ട് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ആദ്യം ആ രണ്ടുപേരെ എടുക്കുന്നു, സ്യൂട്ടബിൾ ലിക്വിഡിനകത്ത് ഡിസോൾവ് ചെയ്യിപ്പിക്കുന്നു, പ്രസിപ്പിറ്റേറ്റ് ഫോം ചെയ്യുന്നു. ആ പ്രസിപ്പിറ്റേറ്റിനെ ഫിൽട്ടർ ചെയ്യുന്നു, വാഷ് ചെയ്യുന്നു, ഡ്രൈ ചെയ്യുന്നു, പിന്നെ ഇഗ്നൈറ്റ് ചെയ്യുന്നു, കത്തിക്കുന്നു മഫിൾ ഫർണസിൽ. എന്നിട്ട് വെയിറ്റ് എടുക്കുന്നു. വെയിറ്റ് എടുത്തിട്ട് സ്റ്റോഷിയോമെട്രി അല്ലെങ്കിൽ നമ്മുടെ ഗ്രാവിമെട്രിക് ഫാക്ടർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് നമ്മൾ എത്രയാണ് അനലൈറ്റിന്റെ വെയിറ്റ് എന്നുള്ളത് കണ്ടുപിടിക്കുന്നു. ഒരു ബെസ്റ്റ് ടെക്നിക്കാണ്. ഇനി ഈ പ്രസിപ്പിറ്റേറ്റ് ആണല്ലോ ഈ കാര്യങ്ങളെല്ലാം നമുക്ക് തരുന്നത്. അപ്പോൾ പ്രസിപ്പിറ്റേറ്റ് ആകാനുള്ള ഒരു കണ്ടീഷൻ നമ്മൾ പറയുന്ന കുറച്ച് കണ്ടീഷൻസ് ആണ്. ഐഡിയൽ, നിങ്ങൾക്ക് അറിയാലോ, ഐഡിയൽ എന്ന് കേൾക്കുമ്പോഴേക്കുക ഒരു തിയററ്റിക്കൽ കൺസെപ്റ്റ് ആണ്. അത് 100%ഉം നോർമൽ കേസിൽ സാറ്റിസ്ഫൈ ചെയ്യണമെന്നൊന്നുമില്ല. ഇതിലെ പല കണ്ടീഷൻസ് അവർ ഒബേ ചെയ്യാറ് പോലും ഇല്ല. എന്നാലും ഒന്ന് വെരി സ്പെയറിംഗ്ലി സോൾബിൾ ആയിരിക്കണം. മീൻസ് KSPയുടെ വാല്യൂ നല്ല കുറവായിരിക്കണം. KSPയുടെ വാല്യൂ നല്ല കുറവായാലേ QSPയുടെ വാല്യൂ കൂടത്തുള്ളൂ. QSP കൂടിയാലേ പ്രസിപ്പിറ്റേഷൻ നടക്കത്തുള്ളൂ. നമ്മളൊരു 100 എണ്ണം എടുത്തു കഴിഞ്ഞാൽ 100 പേരും പ്രസിപ്പിറ്റേറ്റ് ഉണ്ടാക്കണം. അല്ല 100 പേര് എടുത്തിട്ട് 10 പേര് പ്രസിപ്പിറ്റേറ്റ് ഉണ്ടാക്കി ബാക്കിയൊരു പ്രസിപ്പിറ്റേറ്റ് ഉണ്ടാക്കിയാൽ അത് പറ്റത്തില്ല. 100 പേരെടുത്താൽ 100 പേരും പ്രസിപ്പിറ്റേറ്റ് ഫോം ചെയ്യണം. അത് ഇമ്പോർട്ടൻറ്റ് കണ്ടീഷനാണ്.
രണ്ടാമത്തത് പ്യുവർ ആൻഡ് ഫ്രീ ഫ്രം അബ്സോർബ്ഡ് ഇമ്പ്യൂരിറ്റീസ്. ഇമ്പ്യൂരിറ്റീസിൽ നിന്നും ഒന്നില്ലെങ്കിൽ ഫ്രീയോ അല്ലെങ്കിൽ പ്യുവർ ആൻഡ് ഫ്രീ ഫ്രം അബ്സോർഡ് ഇമ്പ്യൂരിറ്റീസ്. ഒന്നില്ലെങ്കിൽ പ്യുവർ ആയിരിക്കണം അല്ലെങ്കിൽ അബ്സോർഡ് ഇമ്പ്യൂരിറ്റീസ് ഇത് ഫ്രീ ആയിരിക്കണം. പക്ഷെ ഇത് രണ്ടും നടക്കാറില്ല. അതിൻ്റെ കൂടെ എന്തെങ്കിലും ഇമ്പ്യൂരിറ്റീസ് കാണും. അതിനാണ് നമ്മൾ ഈ വാഷിങ് ചെയ്യുന്നത് കേട്ടോ. ഈ പ്രസിപ്പിറ്റേറ്റിനകത്ത് എന്തെങ്കിലും ഇമ്പ്യൂരിറ്റീസ് കാണും. അതിനാണ് നമ്മൾ വാഷ് ചെയ്തെടുക്കുന്നത്. പക്ഷെ നമ്മൾ പറയുന്നത് അതൊന്നില്ലെങ്കിൽ ആ ഇമ്പ്യൂരിറ്റീസ് കാണാതിരിക്കുകയോ അല്ലെങ്കിൽ ഇമ്പ്യൂരിറ്റീസ് ഇല്ലാത്ത ഒരാളോ ആയിരിക്കണം. ഈസി ടു ഫിൽട്ടർ ആൻഡ് വാഷ് ചെയ്യാനും ഫിൽട്ടർ ചെയ്യാനും ഈസി ആയിരിക്കണം. അത് മിക്ക പ്രസിപ്പിറ്റേറ്റും അങ്ങനെ തന്നെയാണ്. ലാർജ് ക്രിസ്റ്റൽ സൈസ് പ്രിഫേർഡ്. പ്രസിപ്പിറ്റേറ്റ് വലുതായിരിക്കണം. ക്രിസ്റ്റലിന്റെ സൈസ് വലുതാവും തോറും പ്രസിപ്പിറ്റേറ്റ് വലുതാവും. സ്റ്റേബിൾ ഓൺ ഡ്രൈയിങ് ഇഗ്നിഷൻ. കത്തിക്കുമ്പോഴോ ഒന്നും ഒരു പ്രശ്നവും വരരുത്. അതായത് പ്രസിപ്പിറ്റേറ്റിന് ഒരു മാറ്റവും വരരുത്. കത്തിക്കുമ്പോൾ അയാൾ വേറൊരാൾ മാടാവോ ഡീകമ്പോസ്ഡ് ആവോ ഇങ്ങനൊന്നും സംഭവിക്കരുത്. സ്ട്രോങ് ആയിരിക്കണം, സ്റ്റേബിൾ ആയിരിക്കണം. നോൺ മോളിക്കുലർ ഫോർമുല ഫോർ ആക്യുറേറ്റ് കാൽക്കുലേഷൻ. നമുക്കറിയാം, നമ്മൾ പ്രസിപ്പിറ്റേറ്റ് ഉണ്ടാക്കുമ്പോഴത്തേക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന ആളുടെ കൂടെ ഒരാളും കൂടെ കാണും. എങ്കിലേ പ്രസിപ്പിറ്റേറ്റ് ആയിട്ട് മാറത്തുള്ളൂ. നമുക്ക് ആ ഉദ്ദേശിക്കുന്ന ആളുടെ മാത്രം വെയിറ്റ് അറിഞ്ഞാൽ മതി. അപ്പോൾ കൂടുള്ള ആൾ ഇപ്പം ക്ലോറിൻ ആണെന്ന് വിചാരിക്കുക, ഒരു ക്ലോറിനെ കൂടുള്ളൂ എന്ന് നമുക്ക് അറിയാമെങ്കിൽ പ്രശ്നമില്ല. പക്ഷെ അതല്ല, നമ്മൾ ഉദ്ദേശിക്കാത്ത ഒരു ക്ലോറിനും കൂടെ വന്നാൽ 2 ക്ലോറിൻ കൂടെ ഉണ്ടെങ്കിൽ നമ്മൾ ഒരു ക്ലോറിൻ വെച്ചുള്ള കാൽക്കുലേഷൻ ചെയ്തു വെക്കാം. അത് നമുക്ക് റിസൾട്ടിൽ തെറ്റ് വരുത്തും. അപ്പം മോളിക്കുലർ ഫോർമുല നോൺ അറിയാവുന്ന ഒരാളായിരിക്കണം. നെക്സ്റ്റ്, ലാർജ് മോളിക്കുലർ മാസ് കൂടുന്നതാണ് നല്ലത്. കാരണം മോളിക്കുലർ മാസ് കൂടിക്കഴിഞ്ഞാലുള്ള പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എറർ കുറവായിരിക്കും. മാസ് കണ്ടുപിടിക്കുമ്പോഴുള്ള ചെറിയ മോളിക്കുലർ മാസ് ആണെങ്കിൽ എറർ കൂടും, വെയിറ്റ് ഒക്കെ എടുക്കുമ്പോൾ എറർ വരും. പക്ഷെ വലിയ മോളിക്കുലർ മാസ് ആണെങ്കിൽ എറർ വരുന്നതും കുറവായിരിക്കും. ഇതാണ് ഗ്രാവിമെട്രിയിൽ ഒരു ഐഡിയൽ പ്രസിപ്പിറ്റേറ്റ് ആകാനുള്ള കണ്ടീഷൻസ്. സോഴ്സസ് ഓഫ് എറർ ഇൻ ഗ്രാവിമെട്രി എടുക്കുമ്പോൾ വരുന്ന എററിന്റെ സോഴ്സുകൾ നോക്കാം. ഓരോരോ സോഴ്സുകളായിട്ട് നോക്കാം കേട്ടോ. നമുക്ക് ഒന്ന്, കോ പ്രസിപ്പിറ്റേഷൻ എന്ന് പറഞ്ഞാൽ ഇമ്പ്യൂരിറ്റീസ് പ്രസിപ്പിറ്റേറ്റ് എലോങ് വിത്ത് ഡിസൈഡ് കോമ്പൗണ്ട്സ്, സർഫസ് അഡ്സോർപ്ഷൻ, ഒക്ലൂഷൻ, ഇൻക്ലൂഷൻ, മിനിമലൈസ്ഡ് ബൈ ഡൈജഷൻ ആൻഡ് വാഷിംഗ്. നമ്മൾ ഉദ്ദേശിക്കുന്ന ആൾ എ ആണ്. എ എന്ന് പറയുന്ന ആൾ പ്രസിപ്പിറ്റേറ്റ് ഫോം ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ ചിലപ്പോൾ ഉള്ള ബി എന്ന് പറയുന്ന ആളോ സി എന്ന് പറയുന്ന ആളോ എ ആണ് നമുക്ക് വേണ്ടത്. അയാളുടെ കൂടെ ബിയോ സിയോ ഡിയോ ഏതെങ്കിലും കയറി പ്രസിപ്പിറ്റേറ്റ് ഫോം ചെയ്യും. അപ്പൊ നമ്മൾ ഉദ്ദേശിക്കുന്ന ആളല്ലാതെ വേറെ പ്രസിപ്പിറ്റേറ്റും കൂടെ അതിൻ്റെ കൂടെ വരും. അപ്പൊ ഇത് നമുക്ക് ചിലപ്പം അറിയാൻ പറ്റത്തില്ല. കാരണം പ്രസിപ്പിറ്റേറ്റിൽ ഫോം ചെയ്യും, നമുക്ക് ചിലപ്പോൾ അറിയാൻ പോലും പറ്റത്തില്ലായിരിക്കും അങ്ങനെ ഒരാൾ കൂടെ വന്നു എന്നുള്ളത്. അതിനാണ് നമ്മൾ ഇത് ഡയറക്റ്റ് ആയിട്ട് പ്രസിപ്പിറ്റേറ്റിനെ കൊണ്ടുപോയി വെയിറ്റ് എടുക്കാതെ വാഷ് ചെയ്ത് ഒരുപാട് വട്ടം, ഒരു 10-15 വട്ടം ഇങ്ങനെ വാഷ് ചെയ്ത് വെള്ളം ഒഴിച്ച് വാഷ് ചെയ്ത് അതിനുശേഷമാണ് നമ്മൾ ഡ്രൈ ചെയ്ത്. ആ വാഷിംഗ് ചെയ്യുന്നത് തന്നെ എന്തിനു വേണ്ടിയിട്ടാണ്? ഈ എക്സ്ട്രാ ഉള്ള ഇമ്പ്യൂരിറ്റീസിനെ ഒഴിവാക്കാനാണ്. കാരണം എക്സ്ട്രാ ഉള്ള ഇമ്പ്യൂരിറ്റീസ് ഒന്നില്ലെങ്കിൽ നമ്മളുടെ മെയിൻ പ്രസിപ്പിറ്റേറ്റിൻ്റെ കൂടെ, എക്സ്ട്രാ ഉള്ള പ്രസിപ്പിറ്റേറ്റ് നമ്മുടെ മെയിൻ പ്രസിപ്പിറ്റേറ്റിൻ്റെ കൂടെ ഒന്നില്ലെങ്കിൽ സർഫസിൽ പറ്റിപ്പിടിച്ചിരിക്കുകയോ അല്ലെങ്കിൽ ഒക്ലൂഷനോ ഏതെങ്കിലും ഒന്നാണ്, എന്തായാലും കൂടെ കാണുമായിരിക്കും. അതിനെ റിമൂവ് ചെയ്യാനാണ് നമ്മൾ ഈ വാഷിംഗ് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ്, പോസ്റ്റ് പ്രസിപ്പിറ്റേഷൻ ആണ്. എ സെക്കൻഡ് സബ്സ്റ്റൻസ് പ്രസിപ്പിറ്റേറ്റ് ആഫ്റ്റർ ദ ഡിസൈഡ് വൺ ഇഫ് ലെഫ്റ്റ് സ്റ്റാൻഡിങ് ടു ലോ. നമ്മൾ ഒരുപാട് നേരം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ആളുടെ പ്രസിപ്പിറ്റേറ്റ് കൂടാതെ വേറൊരാളുടെ പ്രസിപ്പിറ്റേറ്റ് കൂടെ ഉണ്ടാവും. ഈ ഒരുപാട് നേരം വെച്ചില്ലെങ്കിൽ ആ പ്രശ്നമില്ല. പക്ഷെ മറ്റേത് അങ്ങനല്ല. ഈ കോ പ്രസിപ്പിറ്റേഷൻ അങ്ങനല്ല, കൂടെ ഉണ്ടാവുക. പോസ്റ്റ് പ്രസിപ്പിറ്റേഷൻ എന്നാൽ പ്രസിപ്പിറ്റേഷൻ നടന്നതിന് ശേഷം നമ്മൾ ഒരുപാട് നേരം വെച്ച് ആ പ്രസിപ്പിറ്റേറ്റിനെ അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അപ്പം തന്നെ കൊണ്ടുപോയി ഫിൽറ്ററും വാഷും ചെയ്യാതെ കുറച്ച് നേരം കൂടെ വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ വേറെ ആൾക്കാരും അതാണ് പോസ്റ്റ് പ്രസിപ്പിറ്റേഷന് ശേഷം വേറെ ആൾക്കാർ പ്രസിപ്പിറ്റേറ്റ് ചെയ്യാം, സ്റ്റാൻഡ് ചെയ്ത് അങ്ങനെ തന്നെ കുറച്ച് നേരം വെച്ച് കഴിഞ്ഞാൽ. പക്ഷെ നമ്മൾ അങ്ങനെ നേരം വെക്കത്തില്ല. പ്രസിപ്പിറ്റേറ്റ് ഫോം ചെയ്താൽ ഉടനെ തന്നെ നമ്മൾ ഫിൽറ്റർ ചെയ്യും, വാഷും ചെയ്യും. വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം പോസ്റ്റ് പ്രസിപ്പിറ്റേഷൻ വരും. കോ പ്രസിപ്പിറ്റേഷൻ എന്നാൽ കോർഡിനേറ്റ് കൂടെ തന്നെ വരും. അതായത് നമ്മൾ പ്രസിപ്പിറ്റേറ്റ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ മെയിൻ ആൾ പ്രസിപ്പിറ്റേറ്റ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഇമ്പ്യൂരിറ്റീസും പ്രസിപ്പിറ്റേറ്റ് ആവും. അപ്പോൾ ഈ നമ്മുടെ മെയിൻ പ്രസിപ്പിറ്റേറ്റും ഇമ്പ്യൂരിറ്റി ഉണ്ടാകുന്ന പ്രസിപ്പിറ്റേറ്റും കൂടിയിരിക്കും. അതിനാണ് നമ്മൾ ഡ്രൈയിങ്ങും വാഷിങ്ങും ചെയ്യുന്നത്. എന്നാൽ പോസ്റ്റ് പ്രസിപ്പിറ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പ്രസിപ്പിറ്റേഷൻ നടന്നു, അപ്പം നമ്മുടെ കൂടെ ആരും പ്രസിപ്പിറ്റേറ്റ് ചെയ്തിട്ടില്ല. പക്ഷെ കുറച്ച് നേരം നമ്മൾ ഇതിനെ അനക്കാതെ വെക്കുമ്പോഴത്തേക്ക് കൂടെ ആരെങ്കിലും കയറി പ്രസിപ്പിറ്റേറ്റ് ചെയ്ത് കളയും. അത് ഒഴിവാക്കാനായിട്ട് നമ്മൾ കുറേ നേരം വെക്കരുത്, എടുക്കുക, അപ്പം തന്നെ കൊണ്ട് ഫിൽറ്ററും വാഷും ചെയ്യും. നെക്സ്റ്റ്, സോലുബിലിറ്റി ലോസ് ആണ്. അനലൈറ്റ് മേ പാർഷ്യലി ഡിസോൾവ് ഡ്യൂറിങ് വാഷിംഗ് എസ്പെഷ്യലി ഇഫ് KSP is not small enough. അതായത് നമ്മൾ ഈ വാഷ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ പ്രസിപ്പിറ്റേറ്റിലെ വാഷ് ചെയ്താൽ KSPയുടെ വാല്യൂ നല്ല കുറവാണെങ്കിൽ കുഴപ്പമില്ല. കുറവാണെങ്കിൽ QSP ആയിരിക്കും കൂടുതൽ. പ്രസിപ്പിറ്റേഷൻ തന്നെ കീപ്പ് ആവും, പ്രസിപ്പിറ്റേറ്റ് ഡിസോൾവ് ചെയ്യത്തില്ല, അങ്ങനെ തന്നെ നിൽക്കും. അല്ല, നമ്മൾ പറയുന്നത് പ്രസിപ്പിറ്റേറ്റ് ഫോം ചെയ്യണമെങ്കിൽ QSP കൂടണമെന്നാണ്. KSPയെ കാട്ടിയും QSP കൂടണം. QSP ഒരേ കണക്കാണെങ്കിൽ സാച്ചുറേറ്റഡ്, അവിടെ ഇക്വിലിബ്രിയം കണ്ടീഷനാണ്. KSP ആണ് കൂടുതലെങ്കിൽ അവിടെ പ്രസിപ്പിറ്റേഷൻ ഇല്ല.
അതായത് ഡിസോൾവ് ചെയ്യുമെന്ന അർത്ഥം. KSP ആണ് കൂടുതലെങ്കിൽ അൺസാച്ചുറേറ്റഡ് സൊല്യൂഷൻ ആണ് ഞാൻ പഠിപ്പിച്ചത്. KSP ആണ് കൂടുതലെങ്കിൽ അൺസാച്ചുറേറ്റഡ് മീൻസ് ഇനിയും ഡിസോൾവ് ചെയ്യാം. അപ്പൊ KSPയുടെ വാല്യൂ നല്ല കുറവായിട്ടിരിക്കുന്നതാണ് നമുക്ക് നല്ലത്. എന്തെങ്കിലും കാരണവശാൽ KSPയുടെ വാല്യൂവിന് ചെറിയ വ്യത്യാസം വന്നാൽ കൂടുതൽ ചെയ്തു കഴിഞ്ഞാൽ ഈ പ്രസിപ്പിറ്റേറ്റ് നമ്മൾ വാഷ് ചെയ്യുന്ന വെള്ളത്തിൽ അങ്ങ് ഡിസോൾവ് ചെയ്യും. അങ്ങനെയാണെങ്കിൽ നമുക്ക് പ്രസിപ്പിറ്റേറ്റ് നഷ്ടപ്പെടും. അത് സംഭവിക്കാതിരിക്കാൻ എപ്പോഴും KSP നല്ല കുറവായിരിക്കണം. KSP കുറവാകുമ്പോഴാണ് നമുക്ക് പ്രസിപ്പിറ്റേഷൻ ഉണ്ടാവുന്നത്. അങ്ങനെ തന്നെ നിൽക്കണം, KSP കുറവായിരിക്കണം. ഇൻകംപ്ലീറ്റ് പ്രസിപ്പിറ്റേഷൻ. ഇഫ് എക്സസ് പ്രസിപ്പിറ്റൻസ് ഈസ് ഇൻസഫിഷ്യന്റ് ഓർ pH ഈസ് നോട്ട് ഒപ്റ്റിമൈസ്ഡ്. അതായത് നമ്മൾ എടുക്കുന്ന പ്രസിപ്പിറ്റന്റ് ഇൻസഫിഷ്യന്റോ അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന PHO ഒരു ഒപ്റ്റിമം PH ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ആൾക്കാർ മൊത്തം പ്രസിപ്പിറ്റേറ്റ് ചെയ്യില്ല. നമ്മൾ 100 പേരിൽ നിന്ന് ചിലപ്പോൾ 80 പേരെ പ്രസിപ്പിറ്റേറ്റ് ചെയ്യും. അപ്പോൾ 80 പേരുടെ വെയിറ്റ് നമുക്ക് കിട്ടത്തുള്ളൂ, ബാക്കി 20 പേര് മിസ്സിങ്. അപ്പം വെയിറ്റിൽ എറർ വരും. ഇഗ്നിഷൻ എറർ. ഓവർ ഇഗ്നിഷൻ മേ കോസ് റിഡക്ഷൻ ഓർ ലോസ് ഓഫ് വോളറ്റൈൽ പ്രൊഡക്ട്സ് അണ്ടർ ഇഗ്നിഷൻ ലീവ്സ് വാട്ടർ. നമ്മൾ ഈ കത്തിക്കുന്നത് വെള്ളം പോകാൻ വേണ്ടിയിട്ടാണ്. കാരണം നമ്മൾ വാഷൊക്കെ ചെയ്യുമ്പോൾ എന്തായാലും വാട്ടർ കണ്ടന്റ് അവിടെ വരും. അത് കളയാനാണ് നമ്മൾ ഈ ഇഗ്നൈറ്റ് ചെയ്യുന്നത്, കത്തിക്കുന്നത്. പക്ഷെ ഒരുപാട് കത്തിച്ചു കഴിഞ്ഞാൽ വെള്ളം പോയതിന് ശേഷം നമ്മുടെ പ്രസിപ്പിറ്റേറ്റ് കത്തിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. എല്ലാ കേസിലും ഇല്ല, ചില കേസിലെങ്കിലും. അപ്പം അതുകൊണ്ട് ഓവറായിട്ട് കത്തിക്കരുത്. ഇതെല്ലാം കെയർഫുൾ ആയിട്ട് നോക്കിയാലേ നമുക്ക് നടത്താൻ പറ്റും. ചെയ്യാൻ എളുപ്പമാണ്, പക്ഷെ ടെക്നിക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ്. കാരണം നമ്മൾ കെയർഫുൾ ആയിട്ട് ചെയ്തില്ലെങ്കിൽ നമുക്ക് എവിടെയെങ്കിലുമൊക്കെ എറർ വരും. സോ ഗ്രാവിമെട്രിയിൽ നമ്മൾ ചെയ്യുന്നത് വെയിറ്റ് മെഷർ ചെയ്യുകയാണ്, ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസ് ആണ്. ഇവിടെ 2 ആൾക്കാരിൽ ഒരാളെ നമ്മൾ പ്രസിപ്പിറ്റേറ്റ് ആക്കിയിട്ട് അയാളുടെ വെയിറ്റ് നമ്മൾ മെഷർ ചെയ്യുകയാണ് ചെയ്യുന്നത്. അയാളുടെ വെയിറ്റ് മെഷർ ചെയ്ത് നമ്മളുടെ അനലൈറ്റിനെ അതിൽ നിന്ന് കണ്ടുപിടിക്കുന്നത് എത്ര എമൗണ്ട് ഉണ്ടെന്ന്. ഇതാണ് ഗ്രാവിമെട്രിയുടെ ബേസിക് പ്രിൻസിപ്പിൾ. പിന്നെ ഇത് പ്രസിപ്പിറ്റേറ്റ് ആണ് ഫോം ചെയ്യുന്നത്. അപ്പോൾ പ്രസിപ്പിറ്റേറ്റ് ആഡ് ചെയ്ത് നമ്മളൊരു പ്രസിപ്പിറ്റൈസിങ് ഏജന്റിനെ ആഡ് ചെയ്യുന്നുണ്ട്. ആ പ്രസിപ്പിറ്റൈസിങ് ഏജന്റ് ചെന്നിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന നമുക്ക് വേണ്ട ആൾ ആരാണോ അയാളെ മാത്രം സെലക്ട് ചെയ്ത് പ്രസിപ്പിറ്റേറ്റ് ഫോം ചെയ്യും. ആ പ്രസിപ്പിറ്റേറ്റിനെ നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് ഫിൽട്ടർ ചെയ്ത് വാഷ് ചെയ്ത് കത്തിച്ച് വെയിറ്റ് എടുക്കും. തണുപ്പിച്ചതിന് ശേഷം വെയിറ്റ് എടുക്കും. ശരിയല്ലേ? പിന്നെ ഐഡിയൽ പ്രസിപ്പിറ്റേറ്റ് ആവണമെങ്കിൽ നമ്മൾ കുറച്ച് കണ്ടീഷൻസ് പറഞ്ഞായിരുന്നു. ഐഡിയൽ പ്രസിപ്പിറ്റേറ്റ് ആകാനുള്ള ഒന്നാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് KSPയുടെ വാല്യൂ നല്ല കുറവായിരിക്കണം. KSPയുടെ വാല്യൂ എത്രത്തോളം കുറയുന്നോ അത്രത്തോളം പ്രസിപ്പിറ്റേഷൻ നടക്കും. KSPയുടെ വാല്യൂ കുറയുമ്പോഴാണ് പ്രസിപ്പിറ്റേഷൻ നടക്കുന്നത്. KSPയുടെ വാല്യൂ എത്രത്തോളം കുറയുന്നോ അത്രത്തോളം QSPയുടെ വാല്യൂ കൂടും. KSPയുടെ വാല്യൂ എത്രത്തോളം കുറയുന്നോ അത്രത്തോളം QSP കൂടും. എത്രത്തോളം QSP കൂടുന്നോ അത്രത്തോളം പ്രസിപ്പിറ്റേഷൻ നടക്കും. സോ നമുക്ക് കംപ്ലീറ്റ് പ്രസിപ്പിറ്റേഷൻ നടക്കണമെങ്കിൽ KSPയുടെ വാല്യൂ നല്ല കുറവായിരിക്കണം. 2, പ്യുവർ ആൻഡ് ഫ്രീ ഫ്രം അഡ്സോർബ്ഡ് ഇമ്പ്യൂരിറ്റീസ്. നമ്മുടെ പ്രസിപ്പിറ്റേറ്റ് എന്തെങ്കിലും വേറെ ആരെങ്കിലും അതിനകത്ത് പറ്റിപ്പിടിക്കാനോ ഇമ്പ്യൂരിറ്റീസ് വരാനോ പാടില്ല. പക്ഷെ നമുക്ക് അങ്ങനെ നിർബന്ധം പിടിക്കാൻ പറ്റത്തൊന്നുമില്ല. എന്തെങ്കിലും ഇമ്പ്യൂരിറ്റീസ് വരും. അതിനാണ് നമ്മൾ ഈ വാഷിംഗ് ഒക്കെ വെച്ചേക്കുന്നത്. 3, ഈസി ടു ഫിൽട്ടർ ആൻഡ് വാഷ്. ഫിൽട്ടർ ചെയ്യാനും വാഷ് ചെയ്യാനും ഈസി ആയിരിക്കണം. അതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ഫിൽട്ടർ പേപ്പറിലൂടെ പെട്ടെന്ന് കടന്നു പോകാതിരിക്കണം. 2, കടന്നു തങ്ങി നിൽക്കണം. കടന്നു പോയി കഴിഞ്ഞാൽ വെള്ളത്തിലൂടെ പോകുന്ന ഫിൽട്ടർ പേപ്പർ കടന്നു പോകരുത്. 2, വാഷിംഗ് ചെയ്യുമ്പോൾ, അതായത് വെള്ളം ഒഴിക്കുമ്പോൾ പ്രസിപ്പിറ്റേറ്റ് നഷ്ടപ്പെടരുത്. അതാണ് ഈസി ടു ഫിൽട്ടർ ആൻഡ് വാഷ് എന്ന് പറയുന്നത്. വെള്ളം ഒഴിക്കുമ്പോൾ നഷ്ടപ്പെട്ടു പോകരുത്. വെള്ളം ഒഴിക്കുമ്പോൾ നഷ്ടപ്പെട്ടു പോകുകയാണെങ്കിൽ ഈസി ടു വാഷ് അല്ല അത്. നെക്സ്റ്റ്, സ്റ്റേബിൾ ഓൺ ഡ്രൈയിങ് ആൻഡ് ഇഗ്നിഷൻ. അതായത് നമ്മൾ ഉണക്കാൻ വെക്കുമ്പോഴോ അല്ലെങ്കിൽ കത്തിക്കുമ്പോഴോ ഇതിന് മാറ്റം വരരുത്. ഉണക്കാൻ വെക്കുക എന്ന് വെച്ചാൽ നമ്മൾ വെള്ളം മാറി കുറച്ച് നേരം ഉണക്കാൻ വെക്കുന്നു. അപ്പോഴത്തേക്ക് ഇത് അറ്റ്മോസ്ഫിയറുള്ള ആരെങ്കിലുമൊക്കെ ആയിട്ട് റിയാക്ട് ചെയ്ത് വേറെ കോമ്പൗണ്ടുകളായിട്ട് മാറാനോ ഒന്നും നിൽക്കരുത്. അല്ലെങ്കിൽ ഓക്സിജൻ അബ്സോർബ് ചെയ്യാൻ ഇതിനൊന്നും നിൽക്കരുത്. പിന്നെ ഇഗ്നിഷൻ നമ്മൾ കത്തുമ്പോൾ ഇതിന് മാറ്റമൊന്നും വരരുത്. ഇതിനകത്ത് നിന്ന് വെള്ളം പോണം, വേറെ പ്രശ്നമൊന്നും വരരുത്. നോൺ മോളിക്കുലർ മാസ്, അതായത് നമ്മുടെ പ്രസിപ്പിറ്റേറ്റിന് ഒരു നോൺ മോളിക്കുലർ മാസ് ആയിരിക്കണം. നമ്മൾ ഉദ്ദേശിക്കുന്ന മോളിക്കുലർ മാസ് തന്നെ ആയിരിക്കണം. അല്ല നമുക്ക് അറിയാത്തൊരു മോളിക്കുലർ മാസമുള്ള ആളുടെ പ്രസിപ്പിറ്റേറ്റ് ഉണ്ടാക്കിയിട്ട് നമ്മൾ എങ്ങനെ അയാളിൽ നിന്ന് നമ്മൾ ഉദ്ദേശിക്കുന്ന ആളെ കണ്ടുപിടിക്കുന്നത്? ഇപ്പോൾ AgCl നമുക്ക് മോളിക്കുലർ ഫോമിൽ അറിയാവുന്നുണ്ട്, ഒരു Ag ഒരു Cl. അപ്പോൾ അതിന് രണ്ടിൻ്റെ വെയിറ്റ് കണ്ടുപിടിച്ച് നമുക്ക് Clന്റെ വെയിറ്റ് ആണെങ്കിൽ Agയുടെ വെയിറ്റ് കണ്ടുപിടിക്കാം. അങ്ങനെ ലാർജ് മോളിക്കുലർ മാസ് ആയിരിക്കണം. കാരണം ലാർജ് മോളിക്കുലർ മാസ് ആണെങ്കിൽ വെയിറ്റിംഗ് കുറച്ചും കൂടെ ആക്യുറേറ്റ് ആയിരിക്കും. ഇനി എന്തൊക്കെയാണ് ഇവിടെ വരാനുള്ള എററുകൾ? 1, കോ പ്രസിപ്പിറ്റേഷൻ ആണ്. അതായത് നമ്മുടെ പ്രസിപ്പിറ്റേറ്റ് ഉണ്ടാകുമ്പോൾ അതിനോടൊപ്പം തന്നെ വേറൊരു പ്രസിപ്പിറ്റേറ്റും കൂടെ ഫോം ചെയ്യും. അപ്പോൾ പ്രസിപ്പിറ്റേറ്റിന് വ്യത്യാസം വരാം. അതിന് നമ്മൾ വാഷിങ്ങും ഡ്രൈയിങ്ങും ചെയ്ത് അത് നമ്മൾ ഒഴിവാക്കുന്നുണ്ട്. 2, പോസ്റ്റ് പ്രസിപ്പിറ്റേഷൻ ആണ്. നമ്മൾ പെപ്റ്റൈസിങ് ഏജന്റ് ആഡ് ചെയ്ത് പ്രസിപ്പിറ്റേഷൻ നടന്നതിന് ശേഷം കുറച്ച് നേരം കൂടെ വെച്ചേക്കരുത്. വെച്ച് കഴിഞ്ഞാൽ വേറെ ആൾക്കാരും പ്രസിപ്പിറ്റേറ്റിനുള്ള പോസിബിലിറ്റി വരും. അപ്പോൾ പ്രസിപ്പിറ്റേറ്റിന്റെ എമൗണ്ട് കൂടും. അത് വേണ്ട.
നെക്സ്റ്റ് സോലിബിലിറ്റി ലോസ് ആണ്. നമ്മൾ ഈ വാഷൊക്കെ ചെയ്യുന്ന സമയത്ത് ഈ വെള്ളത്തിനകത്തൂടെ ചിലപ്പോൾ ഈ പ്രസിപ്പിറ്റേറ്റ് നഷ്ടപ്പെട്ട് പോകാം. ആ പോസിബിലിറ്റി മാക്സിമം കുറയ്ക്കുക. ആ പോസിബിലിറ്റി മാക്സിമം കുറയ്ക്കുന്നത് എങ്ങനെയാണ്? KSP മാക്സിമം കുറച്ച്, KSPയുടെ വാല്യൂ നല്ല കുറച്ച് കഴിഞ്ഞാൽ അവർ വെള്ളത്തിനോടൊപ്പം ഡിസോൾവ് ചെയ്ത് പോകത്തില്ല, അവർ പ്രസിപ്പിറ്റേറ്റ് ആയിട്ട് തന്നെ നിൽക്കത്തേ ഉള്ളൂ. പക്ഷേ KSPയുടെ വാല്യൂ കൂടുന്തോറും അവർ വെള്ളത്തിനോടൊപ്പം പോകാനുള്ള പോസിബിലിറ്റി കൂടും. കാരണം KSP കൂടിക്കഴിഞ്ഞാൽ ദാറ്റ് ഈസ് അൺസാച്ചുറേറ്റഡ് സൊല്യൂഷൻ, മീൻസ് വെള്ളത്തിൽ ഇനിയും ഡിസോൾവ് ചെയ്യാം. ഇൻകംപ്ലീറ്റ് പ്രസിപ്പിറ്റേഷൻ ആണ്. അപ്പോൾ നമ്മൾ കത്തിക്കുന്ന സമയത്ത് ചിലപ്പോൾ, അല്ലെങ്കിൽ നമ്മൾ പ്രസിപ്പിറ്റൈസിങ് ഏജന്റ് ആഡ് ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന ആൾക്കാർ മൊത്തം പ്രസിപ്പിറ്റേറ്റ് ആയിട്ട് മാറാറില്ല. അതും ഒരു തെറ്റ് തന്നെയാണ്. നെക്സ്റ്റ് ഇഗ്നിഷൻ എററാണ്. ഓവറായിട്ട് കത്തിക്കുന്നതും നമുക്ക് എറർ വരുത്തും. മിനിമലൈസ് ചെയ്ത് കത്തിക്കും. ഇതാണ് നമ്മുടെ പാർട്ട് സി. നമ്മൾ പോകുന്നത് പാർട്ട് ഡിയിലോട്ടാണ്, ക്രൊമാറ്റോഗ്രഫി. ക്രൊമാറ്റോഗ്രഫി എന്ന് പറയുന്നത് ആക്ച്വലി ക്വാളിറ്റേറ്റീവ് അനാലിസിസ് ആണെന്ന് നമുക്ക് പറയാം. ഇറ്റ് ഈസ് എ സപ്പറേഷൻ ടെക്നിക്കാണ്, ബോത്ത് ക്വാളിറ്റേറ്റീവ് ആൻഡ് ക്വാണ്ടിറ്റേറ്റീവ്. സപ്പറേഷൻ ടെക്നിക്കാണ് എന്ത് നമ്മളുടെ ക്രൊമാറ്റോഗ്രഫി എന്ന് പറയുന്നത് ഒരു സപ്പറേഷൻ ടെക്നിക്കാണ്. സപ്പറേഷൻ ടെക്നിക്ക് എന്ന് പറഞ്ഞാൽ രണ്ട് പേര് നിങ്ങളുടെ കയ്യിലുണ്ട്. ഫോർ എക്സാമ്പിൾ എയും ബിയും, ഇവർ പരസ്പരം മിക്സ് ചെയ്ത് കിടക്കുക. അപ്പം എനിക്ക് എയും ബിയും രണ്ടായിട്ട് മാറ്റണം. എയും ബിയെയും രണ്ടായിട്ട് സെപ്പറേറ്റ് ചെയ്യണം. ഇതിന് നമ്മൾ യൂസ് ചെയ്യുന്ന ടെക്നിക്കാണ് ക്രൊമാറ്റോഗ്രഫി. എ ബിയെയും രണ്ടായിട്ട് മാറ്റും. ഇതിന് നമ്മൾ യൂസ് ചെയ്യുന്ന ടെക്നിക്കിനെയാണ് നിങ്ങൾ എന്താണെന്ന് വിളിക്കുന്നത്? ക്രൊമാറ്റോഗ്രഫി ടെക്നിക്ക് എന്ന് വിളിക്കും. എ ആയിട്ട് മാറ്റുന്നു, ബി ആക്കി മാറ്റും. യൂസ് ചെയ്യുന്ന ടെക്നിക്കാണ് ക്രൊമാറ്റോഗ്രഫി. ക്ലിയർ? ഓക്കെ, നോക്കാം നമുക്ക്. ക്രൊമാറ്റോഗ്രഫിയിലോട്ട് പോകുന്നതിന് മുമ്പ് ഞാൻ ബേസിക്കൽ എടുത്ത് നോക്കട്ടെ. ക്രൊമാറ്റോഗ്രഫിയിലോട്ട് പോകുന്നതിന് മുമ്പ് ഇതിനകത്ത് രണ്ട് ഫേസുകളാണ് നമുക്ക് വരുന്നത് ക്രൊമാറ്റോഗ്രഫിയിൽ. ഒന്ന് സ്റ്റേഷനറി ഫേസും രണ്ടാമത്തത് മൊബൈൽ ഫേസ്. ഏതൊക്കെ ഫേസാ? സ്റ്റേഷനറി ഫേസും മൊബൈൽ ഫേസും. ഈ ക്രൊമാറ്റോഗ്രഫി എന്ന് പറയുന്നത് ഒരു സപ്പറേഷൻ ടെക്നിക്കാണെന്ന് ഞാൻ പറഞ്ഞു. സപ്പറേഷൻ ടെക്നിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അവരെ രണ്ടായിട്ട് മാറ്റുക. എയും ബി ഒരുമിച്ചിരിക്കുന്നു, എ ബി രണ്ടായിട്ട് മാറ്റുന്നു. പിന്നെ എ മാത്രമേ കാണത്തുള്ളൂ, ബി മാത്രമേ കാണത്തുള്ളൂ. അങ്ങനെ സെപ്പറേറ്റ് ചെയ്യുന്നതാണ് സപ്പറേഷൻ ടെക്നിക്ക്. ഇതൊരു സപ്പറേഷൻ ടെക്നിക്കാണ്. ഇവിടെ നമുക്ക് രണ്ട് ഫേസുകളാണ് വരുന്നത്. ഒന്ന് സ്റ്റേഷനറി ഫേസ്, രണ്ട് മൊബൈൽ ഫേസ്. സ്റ്റേഷനറി ഫേസ് ആ പേരിൽ തന്നെ ഒരു ഫിക്സഡ് ഫേസ് ആണ്. സ്റ്റേഷനറി ഫേസ് ഫിക്സഡ്, അതായത് ഉറപ്പിച്ചു വെച്ചേക്കുന്ന ഫേസ്, ഫിക്സഡ് ഫേസ്. ഈ ഫിക്സഡ് ഫേസ് നിർമ്മിച്ചിരിക്കുന്നത് ഒന്നില്ലെങ്കിൽ ഒരു സോളിഡ് കൊണ്ടോ അല്ലെങ്കിൽ ലിക്വിഡ് സപ്പോർട്ടഡ് ഓൺ സോളിഡ്. ഇതാണ് സ്റ്റേഷനറി ഫേസ്. ഫിക്സഡ് ഫേസ് ആണ്. ഒന്നില്ലെങ്കിൽ അതൊരു സോളിഡ് ആയിരിക്കാം, അല്ലെങ്കിൽ അതൊരു ലിക്വിഡ് ആയിരിക്കാം. പക്ഷെ ലിക്വിഡിനെ നമുക്ക് ഫിക്സ് ചെയ്ത് വെക്കാൻ പറ്റത്തില്ല. അപ്പൊ ലിക്വിഡിനെ നമ്മൾ ഒരു സോളിഡിന്റെ പുറത്ത് ഫിക്സ് ചെയ്ത് വെക്കാം. ഈ രണ്ടുമാണ് സ്റ്റേഷനറി ഫേസ്. ഇവരാണ് സെപ്പറേറ്റ് ചെയ്യുന്നത്. സെപ്പറേഷൻ ചെയ്യുന്നത് ഇവരാണ് എയും ബിയും ആക്കി സെപ്പറേറ്റ് ചെയ്യുന്നത്. നമ്മൾ എടുക്കുന്ന സോളിഡ് ആണെങ്കിൽ അവർ ആ സെപ്പറേഷന് വേണ്ടി യൂസ് ചെയ്യുന്ന ടെക്നിക്ക് എന്ന് പറയുന്നത് അഡ്സോർപ്ഷൻ ആണ്. എന്നാൽ നിങ്ങൾ എടുക്കുന്ന സ്റ്റേഷനറി ഫേസ് ലിക്വിഡ് സപ്പോർട്ടഡ് ഓൺ സോളിഡ് ആണെങ്കിൽ അവിടെ വരുന്നത് പാർട്ടീഷൻ ആണ്. ദാറ്റ്സ് വൈ ദേ ആർ കോൾഡ് അഡ്സോർപ്ഷൻ ക്രൊമാറ്റോഗ്രഫി ആൻഡ് പാർട്ടീഷൻ ക്രൊമാറ്റോഗ്രഫി. രണ്ട് ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ക്രൊമാറ്റോഗ്രഫി. അതുകൂടാതെ പേപ്പർ ക്രൊമാറ്റോഗ്രഫി ഉണ്ട്, HPLC ഉണ്ട്, തിൻ ലെയർ ക്രൊമാറ്റോഗ്രഫി ഉണ്ട്, പല ക്രൊമാറ്റോഗ്രഫീസ് വേറെയുണ്ട്. അഡ്സോർപ്ഷൻ ക്രൊമാറ്റോഗ്രഫിയും പാർട്ടീഷൻ ക്രൊമാറ്റോഗ്രഫി. ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. അത്രയുള്ള സംഭവം. നമുക്ക് ക്രൊമാറ്റോഗ്രഫി ഒരു സെപ്പറേഷൻ ടെക്നിക്കാണ്. രണ്ട് ഫേസുകളാണ് ഈ സെപ്പറേഷൻ ടെക്നിക്കിന് വരുന്നത്, സ്റ്റേഷനറി ഫേസും മൊബൈൽ ഫേസും. സ്റ്റേഷനറി ഫേസ് എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു ഫിക്സഡ് ഫേസ് ആണ്. മൊബൈൽ ഫേസ് എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു മൂവിങ് ഫേസ് ആണ്. മൂവിങ് ഫേസ്. ഈ മൂവിങ് ഫേസ് ഒന്നില്ലെങ്കിൽ ലിക്വിഡോ അല്ലെങ്കിൽ ഗ്യാസോ ആയിരിക്കും, ഒരിക്കലും സോളിഡ് വരത്തില്ല. ഇതിനകത്താണ് നമ്മൾ എയും ബിയെയും എടുക്കുന്നത്. കൂടെ ഒരു സോൾവെന്റ് കൂടെ കാണും. ലിക്വിഡ് സോൾവെന്റോ ഗേഷ്യസ് സോൾവെന്റോ ആയിരിക്കും. ലിക്വിഡ് ആണെങ്കിൽ ലിക്വിഡ് സോൾവെന്റ്, ഗ്യാസ്. അപ്പൊ നമുക്ക് സെപ്പറേറ്റ് ചെയ്യേണ്ട എയും ബിയെയും നമ്മൾ മൊബൈൽ ഫേസിൽ എടുക്കും. ഇതാണ് സ്റ്റേഷനറി ഫേസ്. ഇതിങ്ങനെ ഫിക്സ് ചെയ്ത് വെച്ചേക്കുക. ഇതിനകത്തോട്ട് നമ്മൾ മൊബൈൽ ഫേസിന് ഒഴിച്ചു കൊടുക്കും. ഒഴിച്ച് മൊബൈൽ ഫേസിലൂടെ മൂവ് ചെയ്ത് താഴെ വരും. വീണ്ടും ഒഴിച്ചു കൊടുക്കും.
മൂവ് ചെയ്ത് താഴെ വരും, വീണ്ടും ഒഴിച്ചു കൊടുക്കും. ഇങ്ങനെ കുറേ നേരം നമ്മളിങ്ങനെ ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് ഈ സ്റ്റേഷനറി ഫേസ് എയും ബിയെയും ഒരുമിച്ചല്ല പലയിടത്താക്കി പിടിച്ചു വെക്കും. അത് ഒന്നില്ലെങ്കിൽ അഡ്സോപ്ഷൻ വഴിയോ പിടിച്ചു വെക്കും, അല്ലെങ്കിൽ പാർട്ടീഷൻ വഴിയോ പിടിച്ചു വെക്കും. എന്നിട്ട് നമ്മൾ എയും ബിയെയും ആദ്യം എ മാത്രം സെപ്പറേറ്റ് ചെയ്യും, പിന്നെ ബി മാത്രം സെപ്പറേറ്റ് ചെയ്യും. എവിടുന്ന്? സ്റ്റേഷനറി ഫേസ് ചെയ്യും. ഇതാണ് ക്രോമാറ്റോഗ്രാഫി. ഇനി ഓരോ ക്രോമാറ്റോഗ്രാഫിയിലും ഇതിന് അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ ചെറിയ വേരിയേഷൻ വരുമെന്നേ ഉള്ളൂ, ബാക്കിയെല്ലാം സിമിലർ ആണ്. ഇതാണ് ക്രോമാറ്റോഗ്രാഫിയുടെ ഒരു ബേസിക് ഐഡിയ. ആദ്യം ക്ലിയർ ആയിട്ട് മനസ്സിലാക്കി വെച്ചേക്കും. ക്രോമാറ്റോഗ്രാഫി ക്ലിയർ ആണ്. അപ്പോൾ ക്രോമാറ്റോഗ്രാഫിയിൽ നമുക്ക് എക്സാമ്പിൾ ചോദിച്ചിരിക്കുന്ന ക്രോമാറ്റോഗ്രാഫിയിൽ ഏതാണ് സ്റ്റേഷനറി ഫേസ് എന്നോ ഏതാണ് മൊബൈൽ ഫേസ് എന്നോ അങ്ങനെ എന്തെങ്കിലും ക്വസ്റ്റിനെ ചോദിക്കുന്നുള്ളൂ. കഴിഞ്ഞ ഇതിനും ചോദിച്ചിരിക്കുന്ന ഫിംഗർ പ്രിന്റിന് ചോദിച്ചാൽ അങ്ങോട്ട് ക്വസ്റ്റ്യൻ ആയിരുന്നു. ഓക്കെ, അപ്പം ഇത് മനസ്സിലാക്കി വെച്ചേക്കും. സ്റ്റേഷനറി ഫേസ് എന്ന് പറഞ്ഞാൽ ഒരു ഫിക്സഡ് ഫേസ് ആണ്. ഇവിടെയാണ് നമ്മൾ സെപ്പറേഷൻ ചെയ്യുന്നത്. മൊബൈൽ ഫേസ് ഒരു മൂവിങ് ഫേസ് ആണ്. ഇവിടെയാണ് നമ്മൾ സെപ്പറേറ്റ് ചെയ്യേണ്ട ആൾക്കാരെ എടുക്കുന്നത്. അത് ലിക്വിഡിലും എടുക്കാം, ഗ്യാസിലും എടുക്കാം. ആ സെപ്പറേറ്റ് ചെയ്യേണ്ട എയും ബിയും, ഞാൻ എയും ബി എന്ന് കോമൺ ആയിട്ട് പറയുന്നതേ ഉള്ളേ. ലിക്വിഡിലും മിക്സ് ചെയ്തെടുക്കാം, ഗ്യാസിലും മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ടാണ് സ്റ്റേഷനറി ഫേസിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നത്. അഡ്സോപ്ഷൻ വഴിയോ പാർട്ടീഷൻ വഴിയോ സ്റ്റേഷനറി ഫേസ് അവിടെയൊക്കെ ആയിട്ട് സ്റ്റേഷനറി ഫേസിൽ പല ഏരിയയിലായിട്ട് എയും ബിയെയും പിടിച്ചു വെക്കും. പിന്നെ നമ്മൾ എ മാത്രം സെപ്പറേറ്റ് ചെയ്യുന്നു, ബിയെ മാത്രം സെപ്പറേറ്റ് ചെയ്യുന്നു. സ്റ്റേഷനറി ഫേസ് ചെയ്യും. ഇതാണ് ക്രോമാറ്റോഗ്രാഫി. നോക്കാം. Chromatography is a physical separation technique based on difference in distribution of components between two phases. രണ്ട് ഫേസിൽ കമ്പോണൻസിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതിലുള്ള ഡിഫറൻസ്. സ്റ്റേഷനറി ഫേസ് ഒരു ഫിക്സഡ് ഫേസ് ആണ്, ആൻഡ് എ മൊബൈൽ ഫേസ് ദാറ്റ് ഈസ് എ മൂവിംഗ് ഫേസ്. ആസ് ദി മൊബൈൽ ഫേസ് ക്യാരീസ് ദ സാമ്പിൾ, മൊബൈൽ ഫേസ് ആണ് നമുക്ക് സെപ്പറേറ്റ് ചെയ്ത സാമ്പിൾ എയും ബിയെയും ക്യാരി ചെയ്യുന്നു ത്രൂ ദ സ്റ്റേഷനറി ഫേസ്. സ്റ്റേഷനറി ഫേസിലൂടെ ഈ മൊബൈൽ ഫേസ് എയും ബിയും കൊണ്ടുപോകും. കമ്പോണൻസ് ദാറ്റ് ഇന്ററാക്റ്റഡ് മോർ സ്ട്രോങ്ലി വിത്ത് ദ സ്റ്റേഷനറി ഫേസ് മൂവ് മോർ സ്ലോലി ആൻഡ് സെപ്പറേറ്റഡ് ഫ്രം ദി കമ്പോണൻസ് ദാറ്റ് ഇന്ററാക്ട്സ് ലെസ് സ്ട്രോങ്ലി. അതായത് എയും ബിയും രണ്ടുപേരില്ലേ, നമ്മൾ ഒഴിച്ചു കൊടുക്കും മൊബൈൽ ഫേസിലൂടെ എയും ബി ഒഴിച്ചു. ചിലപ്പം എ ആയിരിക്കും ഈ സ്റ്റേഷനറി ഫേസുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നത്. അതിനനുസരിച്ചാണ് നമ്മൾ ഈ സ്റ്റേഷനറി ഫേസിനെ എടുക്കുന്നത്. അതൊക്കെ അങ്ങോട്ട് പോകുമ്പോഴത്തേക്ക് പറയാം. ആദ്യം ഐഡിയ മനസ്സിലാക്കി വെച്ചേക്കാം. നമ്മൾ സെപ്പറേറ്റ് ചെയ്യേണ്ട എയും ബിയെയും എടുക്കുന്നത് മൊബൈൽ ഫേസിലാണ്. അത് സ്റ്റേഷനറി ഫേസിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നു. അപ്പോൾ സ്റ്റേഷനറി ഫേസിലോട്ട് മൂവ് ചെയ്യുമ്പോൾ എയെയും ബിയെയും ഈ സ്റ്റേഷനറി ഫേസ് അതിൻ്റെ താല്പര്യത്തിനനുസരിച്ച്, ഇപ്പം ചിലപ്പോൾ എയോടായിരിക്കും ഇഷ്ടം കൂടുതൽ, അതിനെ ആദ്യം പിടിച്ചു വെക്കും. ചിലപ്പോൾ ബിയോടായിരിക്കും ഇഷ്ടം കൂടുതൽ, ബി ആദ്യം പിടിച്ചു വെക്കും. അതിനനുസരിച്ച് പിടിച്ചു വെക്കും. എന്നിട്ട് പിന്നാണ് നമ്മൾ അതിനെ സെപ്പറേറ്റ് ചെയ്യുന്നത്. കോർ പ്രിൻസിപ്പിൾ. Separation occurs because different components have different affinity for stationary phase versus mobile phase. Stationary phase mobile phase different affinity ആണ്, താല്പര്യമാണ്. This differential partitioning governs the partition coefficient K, causes components to migrate at different velocities and separated over time or distance. അതായത് അങ്ങനെ ഇപ്പം എയും ബി, ഇപ്പം എത്ര കമ്പോണന്റ് ഉണ്ടെങ്കിൽ നമുക്ക് സെപ്പറേറ്റ് ചെയ്യണം. ഇപ്പം എയും ബിയും സി 3 കമ്പോണൻസ് ഉണ്ട്. എ നല്ല സ്ട്രോങ് ആയിട്ട് അബ്സോർബ് ചെയ്യും. അപ്പോൾ ആദ്യം കയറി എ അങ്ങ് പറ്റി പിടിക്കും സ്റ്റേഷനറി ഫേസിൽ. പിന്നെ എ തീർന്നാൽ പിന്നെ അടുത്ത ബി പറ്റി പിടിക്കും, പിന്നെ സി പറ്റി പിടിക്കും. അങ്ങനെ പല രീതിയിൽ. കാരണം എ തീരുമ്പോൾ പിന്നെ എ പറ്റി പിടിക്കാൻ ആളില്ലല്ലോ. പിന്നെ അടുത്ത അഫിനിറ്റി ഉള്ള ആൾ ബി കയറി പറ്റി പിടിക്കും, പിന്നെ സി കയറി പറ്റി പിടിക്കും. അങ്ങനെ പല രീതിയിൽ അഫിനിറ്റിക്ക് അനുസരിച്ച് അവർ പറ്റി പിടിക്കും. ഇതാണ് ക്രോമാറ്റോഗ്രാഫി. ക്ലിയർ? മൂവിങ്. സോ എന്താണ് ഫിക്സഡ് ഫേസ്, മൊബൈൽ ഫേസ്, റിട്ടൻഷൻ ടൈം, ഡെഡ് ടൈം, ഇതൊക്കെ നമ്മൾ കോമൺലി ക്രോമാറ്റോഗ്രാഫിയുമായിട്ട് ബന്ധപ്പെട്ട് കേൾക്കുന്നതാണ്. ആദ്യത്തെ രണ്ടെണ്ണം നിങ്ങളിപ്പോൾ കേട്ട് കഴിഞ്ഞു. മൂന്നാമത്തെ നാലാമത്തെ കൂടെ നോക്കാം. സ്റ്റേഷനറി ഫേസ് ഫിക്സഡ് ഫേസ് ആണ്. അതാണ്ടോ, ഒന്നില്ലെങ്കിൽ സോളിഡ്, ഞാൻ ഓൾറെഡി ക്ലാസ്സിൽ പറഞ്ഞു, ഒന്നില്ലെങ്കിൽ സോളിഡോ അല്ലെങ്കിൽ ലിക്വിഡോ. പക്ഷെ ലിക്വിഡിനെ നമുക്ക് ഫിക്സ് ചെയ്ത് വെക്കാൻ പറ്റത്തില്ല. അപ്പോൾ ലിക്വിഡ് ഓൺ സോളിഡ് സപ്പോർട്ട്, ഒരു സോളിഡിന്റെ പുറത്ത് ലിക്വിഡിനെ ഫിക്സ് ചെയ്ത് വെക്കും. ദാറ്റ് റീറ്റെയിൻസ് കമ്പോണൻസ് എന്താ ഡിഫറൻഷ്യലി. നെക്സ്റ്റ് അതിനകത്ത് കമ്പോണൻസിനെ പിടിച്ചു വെക്കും, പക്ഷെ പല രീതിയിൽ. ഒരേ കണക്കല്ല പിടിച്ചു വെക്കുന്നത്. എയെ പിടിച്ചു വെക്കുന്ന കാര്യത്തിൽ ബിയെ പിടിച്ചു വെക്കുന്നു, ബിയെ പിടിച്ചു വെക്കുന്ന കാര്യത്തിൽ സിയെ പിടിച്ചു വെക്കുന്നു. നെക്സ്റ്റ് മൊബൈൽ ഫേസ് ആണ്. മൊബൈൽ ഫേസ് എന്ന് പറയുന്നത് ഒരു മൂവിങ് ഫേസ് ആണ്, അല്ലെ? മൂവിങ് ഫേസ് ആണ്. ദെൻ മൂവിങ് ഫേസ് ലിക്വിഡോ ഗ്യാസോ ആകാം. ദാറ്റ് ക്യാരീസ് കമ്പോണൻസ് ത്രൂ ദി സ്റ്റേഷനറി ഫേസ്. ആണ് ലിക്വിഡോ ഗ്യാസോ, അത് രണ്ടുമാണ് മൊബൈൽ ഫേസ്. ഒന്നില്ലെങ്കിൽ ലിക്വിഡ് അല്ലെങ്കിൽ ഗ്യാസ്. ഇവരാണ് എന്തിനെ കൊണ്ടുപോകുന്നത്? നമ്മുടെ സ്റ്റേഷനറി ഫേസിലൂടെ
നമ്മുടെ ആൾക്കാരെ കൊണ്ടുപോകുന്നത്. ആരെയാ? നമ്മൾക്ക് സെപ്പറേറ്റ് ചെയ്യേണ്ട ആൾക്കാർ. നെക്സ്റ്റ് റിട്ടൻഷൻ ടൈമാണ്. ടൈം ഫോർ എ കമ്പോണന്റ് ടു ട്രാവൽ ഫ്രം ഇഞ്ചക്ഷൻ ടു ഡിറ്റക്ടർ ഇൻ ക്രൊമാറ്റോഗ്രഫിക് കോളം. ഇഞ്ചക്ഷൻ ടു നമ്മൾ ഇഞ്ചക്ട് ചെയ്യുന്ന സ്ഥലം തൊട്ട് ഡിറ്റക്ടർ വരെ ട്രാവൽ ചെയ്യാൻ എടുക്കുന്ന ടൈം, അതാണ് റിട്ടൻഷൻ ടൈം. ഡെഡ് ടൈം ആണ്. ടൈം ഫോർ നോൺ റീറ്റൈൻഡ് കമ്പോണന്റ് ടു എല്യൂട്ട്. അതായത് ഡസ് നോട്ട് ഇന്ററാക്ട് വിത്ത് സ്റ്റേഷനറി ഫേസുമായിട്ട് ഇന്ററാക്ട് ചെയ്യാത്ത ആൾക്കാർ എന്താ എല്യൂട്ട് ചെയ്യുന്ന വെച്ചാൽ ഒഴുകി വരാൻ, മീൻസ് സെപ്പറേറ്റ് ചെയ്ത് മാറാൻ എടുക്കുന്ന ടൈം, ഡെഡ് ടൈം. ടൈം ഫോർ നോൺ റീറ്റൈൻഡ് കമ്പോണന്റ് ഡസ് നോട്ട് ഇന്ററാക്ട് ടു എല്യൂട്ട്. എല്യൂട്ട് മീൻസ് നമ്മൾ എലൂഷൻ എന്നൊക്കെ പറയില്ലേ, അതായത് ഇളകി വരാൻ എടുക്കുന്ന ടൈം. അതായത് സ്റ്റേഷനറി ഫേസുമായിട്ട് ഇന്ററാക്ട് ചെയ്യാത്ത ആൾക്കാർ ഇളകി വരാൻ എടുക്കുന്ന ടൈം, അതാണ് ഡെഡ് ടൈം. റിട്ടൻഷൻ ടൈം, ഡെഡ് ടൈം. ഇഞ്ചക്ഷൻ മുതൽ ഡിറ്റക്ടർ വരെ എത്താനുള്ള ടൈമാണ് എന്താ ഡിറ്റക്ഷൻ ടൈം. ഡെഡ് ടൈം എന്ന് പറയുന്നത് എന്താ സ്റ്റേഷനറി ഫേസുമായിട്ട് ഇന്ററാക്ട് ചെയ്യാത്ത ആൾക്കാർ എല്യൂട്ട് ചെയ്തെടുക്കുന്ന ടൈം. നോക്കാം. കോളം ക്രോമാറ്റോഗ്രഫിയാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. അത് എടുത്ത് പറഞ്ഞേക്കുന്ന ആൾക്കാരെ മാത്രമേ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ കേട്ടോ, അല്ലാതെ വേറെ നമുക്ക് പ്രത്യേകിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം. ഒരുപാട് പറയാനാണെങ്കിൽ, പക്ഷെ എടുത്ത് പറയുന്ന ആൾക്കാരെ മാത്രം നമുക്ക് മെയിനായിട്ട് നോക്കാം. കോളം ക്രോമാറ്റോഗ്രഫി പ്രിൻസിപ്പിൾ ആണ് പറയുന്നത്. കോളം ക്രോമാറ്റോഗ്രഫി ഇസ് എ preparatory technique used to separate, purify and isolate individual components from the mixture. The stationary phase is a adsorbent, solid ആയിരിക്കും. Adsorbent is packed into a glass column. ഒരു adsorbent ആണ് സ്റ്റേഷനറി ഫേസ്. is an adsorbent is packed into a glass column. ഗ്ലാസ് കോളത്തിലോട്ട് പാക്ക് ചെയ്തേക്കുന്നതാണ് സ്റ്റേഷനറി ഫേസ്. The sample is applied to the top and eluted downward by a mobile phase under gravity. നമ്മൾ സാമ്പിളിനെ സ്റ്റേഷനറി ഫേസിന്റെ മുകളിലോട്ട് നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നു. The sample is applied to the top and eluted downward by mobile phase. Mobile phase അതിനെ താഴോട്ട് കൊണ്ടുവരും. Under gravity, the components are collected as separate fractions as they emerges from the column. കോളത്തിൽ നിന്ന് അത് വരുന്നതിനനുസരിച്ച് പല രീതിയിൽ അതിനെ സെപ്പറേറ്റ് ചെയ്ത് മാറ്റുന്നു. കാരണം ഇപ്പം ഞാൻ എയും ബിയും രണ്ടുപേരെ എടുക്കുന്നതാണ്. ഇതാണ് നമ്മുടെ സ്റ്റേഷനറി ഫേസ്, ഇതാണ് മൊബൈൽ ഫേസ്. മൊബൈൽ ഫേസിൽ എയും ബിയും ഉണ്ട്. ഞാൻ മൊബൈൽ ഫേസിന് ഒഴിച്ചു കൊടുക്കും. അപ്പം എ എന്ന് പറയുന്ന ആള് നമ്മുടെ സ്റ്റേഷനറി ഫേസുമായിട്ട് നല്ല അട്രാക്ഷൻ. അങ്ങനെയാണെങ്കിൽ എ ഇവിടെ കയറി അങ്ങ് പറ്റിപ്പിടിക്കും, ശരിയല്ലേ? അപ്പൊ തിരിച്ച് ഒഴുകി താഴെ വരുമ്പോൾ ബി മാത്രമേ കാണത്തുള്ളൂ. പക്ഷെ നമുക്ക് ബി മാത്രമേ കാണത്തുള്ളൂ എന്ന് പറയാൻ പറ്റില്ല, ചിലപ്പോൾ എ കാണുമായിരിക്കും. അപ്പൊ നമ്മൾ കുറേ വട്ടം ഇങ്ങനെ ഒഴിക്കുമ്പോഴത്തേക്ക് ഈ എ എല്ലാം അതിനകത്തങ്ങ് പറ്റിപ്പിടിക്കും, പിന്നെ ബി മാത്രമാവും നമുക്ക്, ശരിയല്ലേ? ഓക്കെ, അപ്പം ബി മാത്രമായിട്ട് സെപ്പറേറ്റ് ചെയ്ത് കിട്ടും. ഇതാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. നോക്കിക്കോണേ. ദ സ്റ്റേഷനറി ഫേസ് അഡ്സോർബന്റ് ഈസ് പാക്ഡ് ഇൻ എ ഗ്ലാസ് കോളം. ഒരു ഗ്ലാസ് കോളം പോലെ പാക്ക്, അതായത് കോളം എന്ന് പറഞ്ഞേക്കുന്നത് സ്റ്റേഷനറി അഡ്സോർബന്റ് ആണ്. പിടിച്ചു വെക്കുക, അഡ്സോർപ്ഷൻ നമ്മൾ പഠിച്ചില്ലേ, പിടിച്ചു വെക്കുന്നു സർഫസിൽ, അതാ ചെയ്യുന്നത്. ദ സാമ്പിൾ ഈസ് അപ്ലൈ ടു ദ ടോപ്പിലാണ് നമ്മൾ സാമ്പിളിനെ അപ്ലൈ ചെയ്യുന്നത്. എലൂട്ടഡ് ഡൗൺവേർഡ് ബൈ മൊബൈൽ ഫേസ്. മൊബൈൽ ഫേസ് ആണ് ഈ സാമ്പിളിനെ താഴോട്ട് കൊണ്ടുവരുന്നത്. അണ്ടർ ഗ്രാവിറ്റി കമ്പോണൻസ് ആർ കളക്ടഡ് ടു സെപ്പറേറ്റ് ഫ്രാക്ഷൻ. പല ഫ്രാക്ഷൻസ് ആയിട്ട് കമ്പോണൻസിനെ നമ്മൾ സെപ്പറേറ്റ് ചെയ്തു. ഫ്രാക്ഷൻ ആസ് ദ എമർജസ് ഫ്രം ദി കോളം. കോളത്തിൽ നിന്ന് എമർജ് ചെയ്ത് വരുന്ന പല രീതിയിലായിരിക്കും. എ വരുന്ന അതേ രീതിയിൽ ബി വരത്തില്ല, കാരണം എ കോളവുമായിട്ട് നല്ല അഫിനിറ്റി ആയിരിക്കും. അപ്പം എ കയറി കോളത്തിൽ അങ്ങ് പറ്റിപ്പിടിക്കും, ഇഷ്ടപ്പെട്ടായിട്ട് പറ്റിപ്പിടിക്കും. ബി ആയിരിക്കും ആദ്യം വരുന്നത്. അങ്ങനെ പല രീതിയിൽ നമ്മൾ സെപ്പറേറ്റ് ചെയ്യുന്നു. അഡ്സോർബന്റ് പൊളാരിറ്റി. നമ്മൾ യൂസ് ചെയ്യുന്ന അഡ്സോർബന്റ് സിലിക്ക ജെല്ലും അലൂമിനിയാണ്. കോമൺലി ഒരുപാടെണ്ണം ഉണ്ട്, പക്ഷേ ഇത് രണ്ടും പഠിച്ചു വെച്ചാൽ മതി. സിലിക്ക ജെല്ലും അലൂമിനിയം. സിലിക്ക ജെല്ലിന് പോളാറാണ് മോസ്റ്റ് കോമൺലി, അലൂമിനിയം പോളാറാണ്. പോളാറാണെങ്കിൽ പോളാറായിട്ടുള്ള ആൾക്കാരെ പിടിച്ചു വെക്കുന്നത്. അപ്പം എയും ബിയും രണ്ട് പേരുണ്ട്. ഇത് പോളാറും ഇത് നോൺ പോളാറും ആണെന്ന് വിചാരിക്കാം. അപ്പം ഈ സ്റ്റേഷനറി ഫേസ് സിലിക്ക ജെല്ലോ അലൂമിനിയം ആണെങ്കിൽ ഇവര് എയും ബിയും നിങ്ങൾ ഇട്ട് കൊടുക്കുമ്പോൾ എയെ മാത്രം പിടിച്ചു വെക്കും, കാരണം എ പോളാറാണ്. ബിയെ താഴോട്ട് പറഞ്ഞു വരും. അപ്പം ആദ്യം വരുന്ന ബി ആയിരിക്കും. അപ്പം ബി ആദ്യം എലൂട്ട് ചെയ്യും, പിന്നെ എ എലൂട്ട് ചെയ്യത്തുള്ളൂ. ഈ താഴെ വരുന്നതാണ് എലൂഷൻ എന്ന് വിളിക്കുന്നത്. ക്ലിയർ ആണോ? അപ്പം എപ്പോഴും ആലോചിക്കുക, പോളാറും തമ്മിലാണ് അട്രാക്ഷൻ, നോൺ പോളാറും തമ്മിൽ കേട്ടോ. അല്ലാതെ പോളാറും നോൺ പോളാറും അങ്ങനെ വരത്തില്ല. പോളാറുമായിട്ടും നോൺ പോളാറുമായിട്ടും. എലൂട്രോപിക് സീരീസ് സോൾവെന്റ് പൊളാരിറ്റി.
The solvent mobile phase is chosen based on its polarity. Polar solvents elute polar compounds faster. Non-polar solvents elute non-polar components faster. The elutropic series ranks solvent by eluting strength on a polar stationary phase. Solvent mobile phase is chosen based on polarity. നമ്മൾ മൊബൈൽ ഫേസിനെ ചൂസ് ചെയ്യുന്നത് പൊളാരിറ്റിയുടെ ബേസിലാണ്. പോളാർ സോൾവെന്റ്സ് എല്യൂട്ട് പോളാർ കോമ്പൗണ്ട്സ് ഫാസ്റ്റർ. നോൺ പോളാർ സോൾവെന്റ്സ് എല്യൂട്ട് നോൺ പോളാർ കമ്പോണൻസ് ഫാസ്റ്റർ. പോളാർ ആണെങ്കിൽ പോളാറിനെ എലൂട്ട് ചെയ്ത് കൊണ്ടുപോകും, നോൺ പോളാർ ആണെങ്കിൽ നോൺ പോളാറിനെ എലൂട്ട് ചെയ്ത് കൊണ്ടുപോകും. കാരണം നമ്മുടെ സ്റ്റേഷനറി ഫേസിൽ പോളാർ ആണെങ്കിൽ പോളാർ ഒഴിച്ചു കൊടുത്താൽ പോളാർ പെട്ടെന്ന് താഴെ പോകും, നോൺ പോളാർ പോകത്തില്ല. നോൺ പോളാർ ആണെങ്കിൽ നോൺ പോളാർ പോകും. The elutropic series ranks solvents by eluting strength of polar stationary phase. Non-polar solvent ആണെങ്കിൽ hexane elute non-polar component first, polar compound stay in column. Gradient dilution starts with the non-polar solvent, gradually increases polarity to elute more polar compounds sequentially. Gradual dilution എന്ന് പറഞ്ഞിട്ടാ സിംപിളി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കോളം, എൻ്റെ കയ്യിൽ 3 കമ്പോണൻസ് ഉണ്ട്, എ ബി സി. 3 പേർക്കും പൊളാരിറ്റി ഉണ്ടെന്ന് വിചാരിക്കാം. എടുത്തേക്കുന്ന കോളവും പോളാറാണ്, സിലിക്ക ജെൽ. എക്കാണ് ഏറ്റവും പൊളാരിറ്റി കൂടുതൽ. അപ്പം നമ്മൾ എയും ബി എയും സി എയും ഇതിനകത്തോട്ട് മൊബൈൽ ഫേസ് വഴി ഒഴിച്ചു കൊടുക്കുമ്പോൾ എ ആയിരിക്കും ആദ്യം കയറി പറ്റി പിടിക്കുന്നത്, കാരണം എക്കാണ് പൊളാരിറ്റി കൂടുതൽ. എ കയറി പറ്റി പിടിച്ചു, എല്ലാ എയും പറ്റി പിടിച്ചു. അടുത്ത് കഴിക്കുമ്പോൾ ബി കയറി പറ്റി പിടിക്കും, അവിടെ ബി കയറി പറ്റി പിടിച്ചു. നെക്സ്റ്റ് സി കയറി പറ്റി പിടിക്കും. കണ്ടോ, എല്ലാവരും പറ്റി പിടിച്ച് കഴിഞ്ഞു. ഇനി ഇവരെ മാറ്റണ്ടേ? ഇവരിങ്ങനെ പറ്റി പിടിച്ചതിന്റെ കാര്യമില്ല. എ മാറണം, ബി മാറണം, സി മാറണം. അപ്പൊ നമ്മൾ ചെയ്യുന്നത് ഇനി ഒരു സോൾവെന്റിനെ ഇതാണ് ഒഴിച്ചു കൊടുക്കും. പൊളാരിറ്റി കൂടിയ ഒരു സോൾവെന്റിന് ഒഴിച്ചു കൊടുക്കും. ഒഴിക്കുന്ന സമയത്ത് പൊളാരിറ്റി കൂടിയ ആൾ ഇതിനകത്ത് ആരാണോ അയാളെ കൊണ്ട് സോൾവെന്റ് ആദ്യം പോകും. മുകളിലൂടെ ഒഴിക്കും, പൊളാരിറ്റി കൂടിയ ആളാരാ എ. അപ്പം എയും കൊണ്ട് സോൾവെന്റ് പോകും, പിന്നെ എ ഒന്നും കാണത്തില്ല. കണ്ടോ, എയും കൊണ്ട് സോൾവെന്റ് പോകും. അപ്പൊ നമുക്ക് എ സെപ്പറേറ്റ് ചെയ്ത് മാറി. അടുത്ത ബി, അടുത്ത സി. ഇതാണ് എലൂട്രോപിക് സീരീസ്. അതാണ് ഈ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, സോൾവെന്റ് മൊബൈൽ ഫേസ് ഈസ് ചൂസ് ബേസ്ഡ് ഓൺ പൊളാരിറ്റി. സോൾവെന്റ് അല്ലെങ്കിൽ മൊബൈൽ ഫേസിൽ നമ്മൾ ചൂസ് ചെയ്യുന്ന പൊളാരിറ്റിയുടെ ബേസിലാണ്. പോളാർ സോൾവെന്റ്സ് എലൂട്ട് പോളാർ കമ്പോണൻസ് ഫാസ്റ്റർ. നോൺ പോളാർ സോൾവെന്റ്സ് എലൂട്ട് നോൺ പോളാർ കമ്പോണൻസ് ഫാസ്റ്റർ. നമ്മൾ ആ മൊബൈൽ ഫേസ് എടുക്കില്ലേ, അത് പോളാർ എടുത്താൽ പോളാർ ആയിട്ടുള്ള ആൾക്കാർ കൂടെ വരും, നോൺ പോളാർ എടുത്താൽ നോൺ പോളാർ ആയിട്ടുള്ള ആൾക്കാർ കൂടെ വരും. The elutropic series ranks solvents by eluting strength on a polar stationary phase. മൂവിംഗ് ഫേസിനെയാണ് മൊബൈൽ ഫേസ് എന്ന് വിളിക്കുന്നത്, വേറെ ഒന്നുമില്ല. നമ്മൾ സോൾവെന്റ് ഒഴിക്കുമ്പോഴത് മൂവ് ചെയ്യുക. നോൺ പോളാർ സോൾവെന്റ്സ് ആണെങ്കിൽ നോൺ പോളാർ ആയിട്ടുള്ള ആൾക്കാർ ഫസ്റ്റ് വരും. ഗ്രേഡിയന്റ് ഡെലൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവരും സെപ്പറേറ്റ് ചെയ്യും. ഒരു സോൾവെന്റിനെ എടുത്താൽ മതി. ആദ്യം പൊളാരിറ്റി കൂടിയ ആൾ എടുക്കുന്നു, അപ്പോൾ പൊളാരിറ്റി കൂടിയ ആൾക്കാർ വരും. പിന്നെ അതിനെ പൊളാരിറ്റി കുറയ്ക്കുന്നു, പിന്നെയും കുറയ്ക്കുന്നു. അപ്പം പല പല രീതിയിൽ പൊളാരിറ്റിക്ക് വ്യത്യാസം മേടിച്ച് നമുക്ക് എല്ലാവരെയും സെപ്പറേറ്റ് ചെയ്ത് മാറ്റാൻ പറ്റും. അതാണ് ഗ്രേഡിയന്റ് ഡെലൂഷൻ. ഒരു സോൾവെന്റ് മീൻസ് പല പല സോൾവെന്റ് യൂസ് ചെയ്ത് ഒറ്റ ടൈം തന്നെ എല്ലാവരെയും നമുക്ക് സെപ്പറേറ്റ് ചെയ്ത് മാറ്റാൻ പറ്റും. എലൂട്രോപിക് സീരീസ് ഏറ്റവും പൊളാരിറ്റി കൂടിയ ആള് നമ്മളുടെ വാട്ടർ ആണ്, ഏറ്റവും പൊളാരിറ്റി കുറഞ്ഞ ആള് ഹെക്സൈൻ ആണ്. ഗ്രേഡിയന്റ് ഡെലൂഷൻ സ്റ്റാർട്ട് വിത്ത് നോൺ പോളാർ സോൾവെന്റ്, ഗ്രാജുവലി ഇൻക്രീസിംഗ് ദ പൊളാരിറ്റി ടു എലൂട്ട് മോർ പോളാർ കോമ്പൗണ്ട് സീക്വൻസ്. ആദ്യം നമ്മൾ പൊളാരിറ്റി കുറഞ്ഞ ആൾ വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യും, നോൺ പോളാർ വെച്ച് സ്റ്റാർട്ട് ചെയ്യും, പിന്നെ പൊളാരിറ്റി കൂട്ടി എല്ലാവരെയും സെപ്പറേറ്റ് ചെയ്ത് മാറ്റും. ഏറ്റവും പൊളാരിറ്റി കൂടിയ ആൾ വാട്ടറും ഏറ്റവും പൊളാരിറ്റി കുറഞ്ഞ ആൾ ഹെക്സൈനുമാണ്. പഠിച്ചു വെച്ചോണേ, എലൂട്രോപിക് സീരീസ്. ഇത് കോളം ക്രോമാറ്റോഗ്രഫിയുടെ കുറച്ച് ടൈപ്പുകളാണ്, ഒന്ന് പഠിച്ചു വെച്ചാൽ മാത്രം മതി. അഡ്സോപ്ഷൻ, കോളം ക്രോമാറ്റോഗ്രഫി, പാർട്ടീഷൻ, ഈ 2 വേർഡ്സ് നിങ്ങൾ കേട്ട് കാണും അല്ലേ? അയൺ എക്സ്ചേഞ്ച്, സൈസ് എക്സ്ക്ലൂഷൻ, അഫിനിറ്റി. അഡ്സോപ്ഷൻ എന്ന് പറഞ്ഞാൽ അഡ്സോപ്ഷന്റെ ബേസിലാണ്, പാർട്ടീഷൻ എന്ന് പറഞ്ഞാൽ പാർട്ടീഷന്റെ ബേസിലാണ്. പാർട്ടീഷൻ നടക്കുന്നത് ലിക്വിഡ്സിലാണ് കേട്ടോ. നമ്മൾ പറഞ്ഞത് ലിക്വിഡ് ഹെൽഡ് ഓൺ സോളിഡ് സപ്പോർട്ടിലാണ് പാർട്ടീഷൻ. അയൺ എക്സ്ചേഞ്ച് എന്ന് പറയുമ്പോഴത്തേക്ക് അയോൺസിനെ പരസ്പരം എക്സ്ചേഞ്ച് ചെയ്യുന്നു, പോസിറ്റീവ് അയോൺസിനെ പരസ്പരം എക്സ്ചേഞ്ച് ചെയ്യുന്നു.
ഇലക്ട്രോസ്റ്റാറ്റിക് അട്രാക്ഷൻ ഓഫ് അയൺ എക്സ്ചേഞ്ചേഴ്സ്. എൻ്റെ കയ്യിൽ ഒരു അയോൺ ഉണ്ട്, അത് പഠിക്കാനില്ലാത്തതുകൊണ്ട് അതിനെപ്പറ്റി പറയാത്തത്. അയോണെ അങ്ങോട്ട് കൊടുക്കുന്നു, ഒരു അയോണെ ഇങ്ങോട്ട് മേടിക്കുന്നു, അയോൺ എക്സ്ചേഞ്ച്. സൈസ് എക്സ്ക്ലൂഷൻ എന്ന് പറഞ്ഞാൽ സൈസിന്റെ ബേസിൽ സെപ്പറേറ്റ് ചെയ്യുന്നു. അതായത് ഒരു സൈസ് കാണും, ആ സൈസിന് പാകമായിട്ടുള്ള ആൾക്കാരെ മാത്രമേ പിടിക്കത്തുള്ളൂ. മോളിക്കുലർ സൈസ്, ലാർജ് മോളിക്യൂൾ എലൂട്ട് ഫസ്റ്റ്. അഫിനിറ്റീസ് എന്ന് പറഞ്ഞാൽ സ്പെസിഫിക് ബയോളജിക്കൽ ഇൻട്രാക്ഷൻ, ആന്റിജൻ, ആന്റിബോഡി, എൻസൈം, സബ്സ്ട്രേറ്റ്, അങ്ങനെ സ്പെസിഫിക് ഇൻട്രാക്ഷൻ ബേസ് ചെയ്യുന്നതാണ് അഫിനിറ്റി കോളം ക്രോമാറ്റോഗ്രഫി. എക്സാമ്പിൾസ് ഞാൻ കൊടുത്തു, അല്ലെങ്കിൽ ആപ്ലിക്കേഷനും കൊടുത്തിട്ടുണ്ട്. അഡ്സോർപ്ഷൻ ക്രോമാറ്റോഗ്രഫി ഓർഗാനിക് കോമ്പൗണ്ട്സിന്റെ സെപ്പറേഷൻ, പാർട്ടീഷൻ ക്രോമാറ്റോഗ്രഫി അമിനോ ആസിഡ്സ്, ഷുഗർ, പോളാർസോൺസ്. പഠിച്ചു വെച്ചോണേ, എക്സാമ്പിൾ തന്നിട്ട് ഏത് ടൈപ്പ് ക്രോമാറ്റോഗ്രഫി യൂസ് ചെയ്യുന്നു ചോദിക്കും. അഡ്സോർപ്ഷൻ ക്രോമാറ്റോഗ്രഫിയാണ്, കോളം ക്രോമാറ്റോഗ്രഫിയാണ് യൂസ് ചെയ്യുന്നത് ഓർഗാനിക് കോമ്പൗണ്ട്സിൽ. അമിനോ ആസിഡ്സ്, ഷുഗേഴ്സിലെല്ലാം പാർട്ടീഷൻ ക്രോമാറ്റോഗ്രഫി. അയോൺസ്, അമിനോ ആസിഡ്സ്, പ്രോട്ടീൻ, വാട്ടർ, അയോൺസിന്റെ കേസിൽ അയൺ എക്സ്ചേഞ്ച്. പ്രോട്ടീൻ പ്യൂരിഫിക്കേഷൻ, പോളിമർ ഫ്രാക്ഷൻ, അതൊക്കെ സൈസ് എക്സ്ക്ലൂഷൻ ക്രോമാറ്റോഗ്രഫി. ഹൈലി സെലക്റ്റീവ് പ്രോട്ടീൻസ്, എൻസൈംസ് പ്യൂരിഫിക്കേഷൻ ഒക്കെ അഫിനിറ്റി ക്രോമാറ്റോഗ്രഫി. പഠിച്ചു വെച്ചോണേ. നെക്സ്റ്റ് എന്ന് പറയുന്നത് തിൻ ലെയർ ക്രോമാറ്റോഗ്രഫിയാണ്. ആ പേരിൽ തന്നെയുണ്ട്, ഒരു തിൻ ലെയർ ആണ് ഇവിടുത്തെ സ്റ്റേഷനറി ഫേസ് എന്ന് പറയുന്നത് കേട്ടോ. തിൻ ലെയർ ആണ് ഇവിടുത്തെ സ്റ്റേഷനറി ഫേസ്. Stationary phase. Okay. Thin layer chromatography is an analytical technique in which the stationary phase is a thin layer, വളരെ thin ആയിട്ടുള്ള ലെയർ ഓഫ് അഡ്സോർബന്റ്. ആ തിൻ ലെയറിൽ ഇരിക്കുന്ന ആരായിരിക്കും? അഡ്സോർബന്റ് ആയിരിക്കും. അഡ്സോർബന്റ് ആയിരിക്കുക സിലിക്ക ജെൽ അല്ലെങ്കിൽ അലൂമിന കോട്ടഡ് ഓൺ എ ഫ്ലാറ്റ് സപ്പോർട്ട് ഗ്ലാസ് ഓർ അലൂമിനിയം ഓർ പ്ലാസ്റ്റിക് പ്ലേറ്റ്. ഒരു ഗ്ലാസോ അലൂമിനിയമോ ഒരു പ്ലാസ്റ്റിക് പ്ലേറ്റിലോ നമ്മുടെ അഡ്സോർബന്റിനെ കോട്ട് ചെയ്യുന്നു. അതാണ് തിൻ ലെയർ ക്രോമാറ്റോഗ്രഫി. This mobile phase migrates up the plate by capillary action, carries the sample components at a different rate. ഈ പ്ലേറ്റിലൂടെ നമ്മുടെ സോൾവെന്റ്, ദാറ്റ് മീൻസ് സ്റ്റേഷനറി ഫേസ്, മുകളിലോട്ട് മൈഗ്രേറ്റ് ചെയ്യുന്നു. കാപ്പിലറി ആക്ഷൻ ആണ് നടക്കുന്നത്. കാപ്പിലറി ആക്ഷൻ വഴി മുകളിലോട്ട് കയറുന്നു. അപ്പം നമ്മുടെ ഈ സെപ്പറേറ്റ് ചെയ്യേണ്ട ആളും ആ സ്റ്റേഷനറി നമ്മുടെ മൊബൈൽ ഫേസിൽ കാണുമല്ലോ, അവരും ഇതിനോടൊപ്പം മൈഗ്രേറ്റഡ് ആവും. TLC is used for monitoring reaction, identifying compounds and checking purity. അപ്പം തിൻ ലെയർ ക്രോമാറ്റോഗ്രഫിയിൽ ഒരു തിൻ ലെയർ, അതിനകത്ത് നമ്മളൊരു സോളിഡ് കോട്ട് ചെയ്തേക്കുന്നു. ഇതാണ് സ്റ്റേഷനറി ഫേസ്. ഇതൊരു മൊബൈൽ ഫേസിൽ മുക്കി വെച്ചേക്കുന്നു, അത് മുകളിലോട്ട് കയറുന്നു. മൊബൈൽ ഫേസ് ആണ് മുകളിലോട്ട് കമ്പോണൻസിനെ അങ്ങോട്ട് കയറുന്നത്. പ്രൊസീജിയർ സ്പോട്ടിംഗ്. Apply small spot of sample and reference stranded approximately 1.5 cm from the bottom of the TLC plate using capillary tube. അപ്പോൾ നമ്മളിത് സ്പോട്ടിംഗ് ആണ് ആദ്യം നടത്തുന്ന പ്രൊസീജിയർ എന്ന് പറയുന്നത്. ഒരു സ്മാൾ സ്പോട്ട് ഓഫ് സാമ്പിൾ ആൻഡ് റെഫറൻസ് സ്റ്റാൻഡേർഡ് 1.5 cm എബോവ് ദ ബോട്ടം ഓഫ് TLC പ്ലേറ്റ്. ഇതാണ് പ്ലേറ്റ് എങ്കിൽ ഈ പ്ലേറ്റിന്റെ 1.5 cm എബോയിൽ നമ്മളൊരു സാമ്പിളിനെയും ഒരു റെഫറൻസിനെയും നമ്മൾ കോട്ട് ചെയ്തു. എന്നിട്ട് ഈ പ്ലേറ്റിനെ നമ്മൾ ഡെവലപ്മെന്റ് ആണ് നെക്സ്റ്റ് സ്റ്റേജ്. പ്ലേസ് ദ പ്ലേറ്റ് ക്ലോസ്ഡ് ഡെവലപ്പിംഗ് ചേംബർ കണ്ടെയ്നിങ് ഷാലോ ലെയർ ഓഫ് സോൾവെന്റ്. സോൾവെന്റ് റൈസസ് ബൈ കാപ്പിലറി ആക്ഷൻ. എന്നിട്ട് നമ്മൾ ഇതിനെ കൊണ്ട് സോൾവെന്റിൽ മുക്കി വെക്കുന്നു. അതിനെയാണ് ഡെവലപ്പിംഗ് എന്ന് വിളിക്കുന്നത്. അപ്പം സോൾവെന്റ് ഇതിനകത്തൂടെ മുകളിലോട്ട് കയറും. മുകളിലോട്ട് കയറുമ്പോഴത്തേക്ക് ഈ നമ്മൾ സെപ്പറേറ്റ് ചെയ്യേണ്ട സാമ്പിളിനകത്താണ് നമുക്ക് സെപ്പറേറ്റ് ചെയ്യേണ്ട എയും ബിയും ഇരിക്കുന്നത്. അതുകൂടാതെ റെഫറൻസ്. സോ സാമ്പിളും റെഫറൻസും ഇതിന്റെ കൂടെ മുകളിലോട്ട് പോകും, സോൾവെന്റിന്റെ കൂടെ. റിമൂവ് ദ പ്ലേറ്റ് വെൻ ദ സോൾവെന്റ് ഫ്രോണ്ട് റീച്ചസ് 1 cm above the top. 1 cm ഫ്രം ദി ടോപ്പ്. ടോപ്പിൽ നിന്ന് 1 cm നമ്മുടെ സോൾവെന്റ് ഫ്രോണ്ട് റീച്ച് ചെയ്യുമ്പോൾ, സോൾവെന്റ് മുകളിലോട്ട് 1 cm മൂവ് ചെയ്യുമ്പോൾ നമ്മൾ സോൾവെന്റിനെ മാറ്റും. മാർക്ക് ദ സോൾവെന്റ് ഫ്രം ഫോണ്ട് ഇമ്മീഡിയറ്റ്ലി. എന്നിട്ട് സോൾവെന്റ് ഫോണ്ടിനെ നമ്മൾ മാർക്ക് ചെയ്യും, എവിടെയാണ് ഇരിക്കുന്നത്. വിഷ്വലൈസേഷൻ. കോമ്പൗണ്ട്സ് ആർ വിഷ്വലൈസ്ഡ് യൂസിങ് UV ലൈറ്റ്, അയോഡിൻ വേപ്പർ, നിൻഹൈഡ്രിൻ സ്പ്രേ. ഏതൊക്കെയാ? UV ലൈറ്റ് ഫ്ലൂറസെന്റ് ആയിട്ട്, നിൻഹൈഡ്രിൻ അയോഡിൻ വേപ്പർ അല്ലെങ്കിൽ നിൻഹൈഡ്രിൻ അമിനോ ആസിഡ്സിന്റെ കേസിൽ, ആൻഡ് അതർ സ്പ്രേ റിയേജൻ. നമ്മൾ റിയേജൻസ് വെച്ച് സ്പ്രേ ചെയ്ത് നമുക്ക് വേണ്ട ആൾക്കാരെ കണ്ടുപിടിക്കും. ഇതാണ് പ്രൊസീജിയർ. അപ്പൊ ആദ്യം സ്പോട്ടിംഗ് ആണ്. നമ്മുടെ പ്ലേറ്റ് ആണ് നമ്മുടെ സ്റ്റേഷനറി ഫേസ്. ഈ സ്റ്റേഷനറി ഫേസ് പ്ലേറ്റ്, ഇതിനകത്താണ് നമ്മൾ സെപ്പറേറ്റ് ചെയ്യേണ്ട ആൾക്കാരെ പിടിച്ചു വെക്കുന്നത്. സ്റ്റേഷനറി ഫേസ് ആണ് പ്ലേറ്റ്. പ്ലേറ്റിനകത്ത് നമ്മൾ അഡ്സോർബൻ്റ് ആണ് കോട്ട് ചെയ്യുന്നത്. ഇതിനെ നമ്മൾ നമ്മുടെ സെപ്പറേറ്റ് ചെയ്യേണ്ട സാമ്പിളിനെയും റെഫറൻസിനെയും ഒരു എത്ര സെന്റിമീറ്റർ, 1.5 cm താഴെ നിന്ന് മുകളിലായിട്ട് നമ്മൾ മാർക്ക് ചെയ്ത് വെക്കുന്നു. ഇതിനെ കൊണ്ട് സോൾവെന്റിൽ മുക്കിക്കുന്നു. സോൾവെന്റ് ആണ് നമ്മുടെ മൊബൈൽ ഫേസ്. അത് മുകളിലോട്ട് കയറുമ്പോൾ ഇവരെയും കൊണ്ടായിരിക്കും മുകളിലോട്ട് കയറി പോകുന്നത്. ഒരു അപ്രോക്സിമേറ്റ്ലി 1 cm ഹൈറ്റ് എത്തുമ്പോഴത്തേക്ക് നമ്മൾ സോൾവെന്റിനെ മാറ്റുന്നു. സോൾവെന്റ് ഫ്രോണ്ടിനെ നമ്മൾ മാർക്ക് ചെയ്യുന്നു.
ഇതാണ് ചെയ്യുന്നത്. ആർ എഫ് ഇന്റർപ്രിട്ടേഷൻ. ആർ എഫ് എന്ന് പറയുന്നത് ഈ തിൻ ലെയർ ക്രൊമാറ്റോഗ്രഫിയിൽ കാണപ്പെടുന്ന ഒരു വാല്യൂ ആണ്. ആർ എഫ് നമ്മൾ കണ്ടുപിടിക്കുന്നത് ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ദി സ്പോട്ട്, നമ്മുടെ സ്പോട്ട് ട്രാവൽ ചെയ്യുന്ന ദൂരം ഡിവൈഡഡ് ബൈ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ദി സോൾവെന്റ് ഫ്രോണ്ട്. സോൾവെന്റ് ഫ്രോണ്ട് ട്രാവൽ ചെയ്യുന്ന ദൂരം. എടാ നനയത്തില്ലടാ, അപ്പൊ മുകളിലോട്ട് കയറത്തില്ല, അതാ ഉദ്ദേശിക്കുന്നത്. ഞാൻ പിക്ചർ കിട്ടിയില്ല, അല്ലെങ്കിൽ എടുത്ത് വെച്ചാണ് ഞാൻ. ഇത് കണ്ടോ, സാമ്പിള് റെഫറൻസ്. ഇതിന് പേപ്പറാണെന്ന് വിചാരിക്കും. നനയുമ്പോഴത്തേക്ക് പേപ്പർ ഇവിടം വരെ നനഞ്ഞടാ, പക്ഷെ ഇത് മൂവ് ചെയ്യുന്ന ചിലപ്പോൾ ഇവിടം വരെ ആയിരിക്കും, ഇത് മൂവ് ചെയ്യുന്ന ഇവിടം വരെ ആയിരിക്കും. അതല്ല, പേപ്പർ നനയുന്നതാണ് നമ്മളുടെ സോൾവെന്റ് ട്രാവൽ ചെയ്യുന്ന ദൂരം. സോ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ദ സ്പോട്ട് ട്രാവൽ ചെയ്യുന്ന ദൂരം ഡിവൈഡ് ബൈ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ സോൾവെന്റ് ഫ്രോണ്ട്. അതാണ് ആർ എഫ് വാല്യൂ. ഹൈ ആർ എഫ് കോമ്പൗണ്ട്സ് ഈസ് നോൺ പോളാർ, ലെസ് റീറ്റെയിൻഡ് പോളാർ സ്റ്റേഷനറി ഫേസ്, മൂവ്സ് സോൾവെന്റ്. ലോ ആർ എഫ് ആണെങ്കിൽ compounds is very polar, strongly retained by polar stationary phase, barely moves. RF is reproducible only when solvent, plate and temperature are constant. ഒന്നുമില്ല, ഹൈ ആർ എഫ് ആണെങ്കിൽ, അതായത് ആർ എഫിന്റെ വാല്യൂ എപ്പോഴും 0ക്കും 1നും ഇടയ്ക്കാണ്, ഈ വാല്യൂ ആർ എഫിന് വരത്തുള്ളൂ. കാരണം എപ്പോഴും ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ദി സോൾവെന്റ് ഫ്രോണ്ട് തന്നെയായിരിക്കും കൂടുതൽ. ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ദി സ്പോട്ട് ഡിവൈഡഡ് ബൈ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ദി സോൾവെന്റ് ഫ്രോണ്ട്. ഇതാണ് ആർ എഫ് വാല്യൂ. ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ദി സ്പോട്ട് ഡിവൈഡഡ് ബൈ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ദി സോൾവെന്റ് ഫ്രോണ്ട്. ഇതിൽ ഈ സോൾവെന്റ് ഫ്രോണ്ട് ട്രാവൽ ചെയ്യുന്ന ദൂരമായിരിക്കും എപ്പോഴും കൂടുതൽ, അതായത് ഡിനോമിനേറ്റർ ആണ് എപ്പോഴും കൂടുതൽ. അതായത് 0 to 1 ആയിരിക്കും നമുക്ക് ആർ എഫ് വാല്യൂ വരുന്നത്, 0ക്കും 1നും ഇടയ്ക്കേ വരത്തുള്ളൂ. ഹൈ ആർ എഫ് എന്ന് പറഞ്ഞാൽ 1നോട് അടുത്ത വാല്യൂ ആണ്, നിയർ 1. ഹൈ ആർ എഫ്. ഹൈ ആർ എഫ് എന്ന് പറഞ്ഞാൽ കോമ്പൗണ്ട് ഈസ് നോൺ പോളാർ. നമ്മൾ എടുത്തേക്കുന്ന കോമ്പൗണ്ട് നോൺ പോളാർ ആണ്, അതായത് നല്ല രീതിയിൽ അത് മൂവ് ചെയ്യും. ലെസ് റീറ്റെയിൻഡ് ബൈ ദ പോളാർ സ്റ്റേഷനറി ഫേസ്, മൂവ്സ് വിത്ത് സോൾവെന്റ്. നല്ല രീതിയിൽ അത് മുകളിലോട്ട് മൂവ് ചെയ്യും, അല്ലെ? അതായത് ന്യൂമറേറ്ററും കൂടുന്നു. ന്യൂമറേറ്ററും കൂടുമ്പോഴാണ് നമുക്ക് 1നോട് അടുത്ത വാല്യൂ വരുന്നത്. അല്ല, അതാ ഡിനോമിനേറ്റർ കൂടി കഴിഞ്ഞ് ന്യൂമറേറ്റർ കുറഞ്ഞാൽ അതിനർത്ഥം 0യുടെ അടുത്ത വാല്യൂ വരുന്നു എന്നാ. അല്ല, ഡിനോമിനേറ്റർ കൂടിയ വാല്യൂ കുറയത്തില്ലടാ, ന്യൂമറേറ്റർ കൂടുമ്പോഴല്ലേ വാല്യൂ കൂടുന്നത്. അപ്പൊ വാല്യൂ കൂടുന്ന വെച്ചാൽ ന്യൂമറേറ്റർ കൂടി, ദാറ്റ് മീൻസ് നമ്മുടെ കമ്പോണൻസ് മൂവ് ചെയ്തത് കൂടി. കമ്പോണൻസ് മൂവ് ചെയ്ത് കൂടണമെങ്കിൽ എന്താ, സ്റ്റേഷനറി ഫേസ് അവരെ കാര്യമായിട്ട് പിടിച്ചു വെച്ചിട്ടില്ല, അതിനർത്ഥം ലെസ് നമ്മുടെ കോമ്പൗണ്ട് നോൺ പോളാർ ആണ്. എന്നാൽ 0യുടെ അടുത്ത വാല്യൂ ആണെങ്കിൽ, ലോ ആർ എഫ് വാല്യൂ ആണെങ്കിൽ കോമ്പൗണ്ട് ഈസ് വെരി പോളാർ. അപ്പൊ കോമ്പൗണ്ട് നമ്മുടെ സ്റ്റേഷനറി ഫേസ് നല്ല രീതിയിൽ പിടിച്ചു വെക്കുന്നത്, ഇവർ കുറച്ചേ മൂവ് ചെയ്യുന്നുള്ളൂ. അപ്പം ന്യൂമറേറ്റർ കുറവായിരിക്കും, ഡിനോമിനേറ്റർ കൂടുതൽ, അപ്പം 0യുടെ അടുത്ത വാല്യൂ വരും. ഇതാണ് ഇന്റർപ്രിട്ടേഷൻ. ഈ ആർ എഫ് വാല്യൂ നോക്കിയിട്ടാണ് നമ്മൾ ആരാണെന്ന് കണ്ടുപിടിക്കുന്നത്. ഹൈ പോളാർ ആണോ നോൺ പോളാർ ആണോ നോക്കി മനസ്സിലാക്കാം. ഇതാണ് കേസ്. തിൻ ലെയർ ക്രൊമാറ്റോഗ്രഫി. സ്റ്റേഷനറി ഫേസ് സിലിക്ക ജെല്ലോ, അലൂമിനിയം, സെല്ലുലോസോ, RT18 ആണ് നമ്മൾ സ്റ്റേഷനറി ഫേസ് ആയിട്ട് യൂസ് ചെയ്യുന്ന. മൊബൈൽ ഫേസ് ആയിട്ട് സിംഗിൾ ഓർ മിക്സഡ് സോൾവെന്റ്സോ, ഏതെങ്കിലും സിംഗിൾ സോൾവെന്റ് യൂസ് ചെയ്യാം, മിക്സഡ് സോൾവെന്റ്സും യൂസ് ചെയ്യാം. സാമ്പിൾ സൈസ് വെരി ലാർജ് ആണ് നമ്മൾ എടുക്കുന്നത്. ആർ എഫ് റേഞ്ച് 0 to 1 ആണ്, 0.3 to 0.7 ആണ് ഐഡിയൽ. ഡിറ്റക്ഷൻ UVയോ, ഐഡിൻ ചേമ്പറോ, നിൻഹൈഡ്രനോ, H2SO ഫോർ ചയറിങ്ങോ, സ്പെസിഫിക് സ്പ്രൈസോ ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം. ആപ്ലിക്കേഷൻ റിയാക്ഷൻ മോണിറ്ററിങ്, ഐഡന്റിഫൈയിങ് കൺഫർമേഷൻ, പ്യൂരിറ്റി ചെക്ക്, ഒപ്റ്റിമൈസിങ് CC കണ്ടീഷൻ. അഡ്വാൻറ്റേജ് ഓവർ CC കോളം ക്രൊമാറ്റോഗ്രഫി, ചീപ്പാണ്, ഫാസ്റ്റ് ആണ്, വെരി ലിറ്റിൽ സാമ്പിൾ മതി, റാപ്പിഡ് അനാലിസിസ് ആണ്. ഇതാണ് തിൻ ലെയർ ക്രൊമാറ്റോഗ്രഫി. ക്ലിയർ ആണല്ലോ? ആർ എഫ് വാല്യൂവിനെ പറ്റി ഒരു ഐഡിയ ഉണ്ടായിരിക്കണം കേട്ടോ. ആർ എഫ് വാല്യൂ നമുക്ക് എക്സാമിന് സ്ഥിരം ചോദിക്കുന്നതാണ്. ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ദി സ്പോട്ട് ഡിവൈഡഡ് ബൈ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ദി സോൾവെന്റ് ഫ്രോണ്ട് കേട്ടോ. ആ സ്പോട്ട് ട്രാവൽ ചെയ്യുന്ന ദൂരം ഡിവൈഡ് ബൈ സോൾവെന്റ് ട്രാവൽ ചെയ്യുന്ന ദൂരം. 0 to 1 ആർ എഫ് വാല്യൂ വരുന്നത്. 1നോട് അടുത്ത വാല്യൂ ആണെങ്കിൽ ഹൈ ആർ എഫ് ആണ്. ഹൈ ആർ എഫ് ആണെങ്കിൽ ന്യൂമറേറ്റർ കൂട്ടണം, അതായത് ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ദി സ്പോട്ട്, അല്ലെങ്കിൽ നമ്മുടെ സാമ്പിൾ ട്രാവൽ ചെയ്യുന്ന ഡിസ്റ്റൻസ്, സോൾവെന്റ് അല്ല സാമ്പിൾ ട്രാവൽ ചെയ്യുന്ന ദൂരം കൂടണം. സാമ്പിൾ ട്രാവൽ ചെയ്യുന്ന ദൂരം കൂടണമെങ്കിൽ നമ്മുടെ സ്റ്റേഷനറി ഫേസ് സാമ്പിളിനെ കാര്യമായിട്ട് പിടിക്കുന്നില്ല. കാരണം സിലിക്ക ജെല്ലോ അലൂമിനിയം ആണ് നമ്മൾ എടുക്കുന്നത്. സിലിക്ക ജെല്ലോ അലൂമിനിയം പോളാർ ആണ്, ഓൾറെഡി പറഞ്ഞു. അത് സിലിക്ക ജെല്ലും അലൂമിനിയം പോളാർ ആണ്. അപ്പൊ ഈ സ്പോട്ട് മൂവ് ചെയ്യുമ്പോൾ ഈ പോളാർ ആയിട്ടുള്ള ആൾക്കാർ പിടിക്കുന്നില്ലെന്ന് അർത്ഥം. പിടിച്ചാൽ ഇവർ അധികം മൂവ് ചെയ്യത്തില്ല. ആർ എഫ് വാല്യൂ 1നോട് അടുത്തൊന്നുമില്ല അർത്ഥം ഇവർ നല്ല രീതിയിൽ മൂവ് ചെയ്യുന്ന. നല്ല രീതിയിൽ മൂവ് ചെയ്യുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെ കാര്യമായിട്ട് നമ്മുടെ മീഡിയം പിടിച്ചു വെക്കുന്നില്ല. കാരണം ഈ മീഡിയത്തിലൂടെയാണല്ലോ മൂവ് ചെയ്യുന്നത്, പിടിച്ചു വെക്കുന്നില്ല. അങ്ങനെ പിടിച്ചു വെക്കാതിരിക്കണമെങ്കിൽ ഇവര് മീഡിയം എന്തായാലും പോളാർ ആണ്. കാരണം സിലിക്ക ജെല്ലോ അലൂമിനിയം ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, മീഡിയം പോളാർ ആണ്. അപ്പൊ ഇവർ നോൺ പോളാർ ആയിരിക്കണം. കാരണം
പിടിച്ചു വെക്കാത്തത് നോൺ പോളാറിനെയാണ്. അതുകൊണ്ടാണ് ഇവിടെ നല്ല രീതിയിൽ മൂവ് ചെയ്യുന്നത്. ഇനി RF വാല്യൂ 0 അടുത്ത വാല്യൂ ആണെങ്കിൽ നമുക്ക് പറയാം നമ്മൾ എടുത്തേക്കുന്ന കോമ്പൗണ്ട്സ് എന്ന് പറഞ്ഞാൽ പോളാറാണ്, മീഡിയം നല്ല രീതിയിൽ പിടിച്ചു വെക്കുന്നുണ്ട്. അതുകൊണ്ടാണ് 0 അടുത്ത വാല്യൂ വന്നേക്കുന്നത്. ഐഡിയൽ 0.3 to 0.7 ആണ്. നെക്സ്റ്റ് ഗ്യാസ് ക്രോമാറ്റോഗ്രഫി ആണ്. ഗ്യാസ് ക്രോമാറ്റോഗ്രഫി ഇസ് എ സെപ്പറേഷൻ ടെക്നിക്സ് വെയർ മൊബൈൽ ഫേസ് ഈസ് ഇനർട്ട് കാരിയർ ഗ്യാസ്. ഒറ്റ വ്യത്യാസമേ ഉള്ളൂ, മൊബൈൽ ഫേസ് ഗ്യാസ് ആണ്. അതാണ് ഗ്യാസ് ക്രോമാറ്റോഗ്രഫി. ഗ്യാസ് ആണെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഇനർട്ട് ഗ്യാസ് ആയ ഹീലിയം, നൈട്രജൻ, ആർഗൺ, ഹൈഡ്രജൻ തുടങ്ങിയ ആൾക്കാരാണ്. സ്റ്റേഷനറി ഫേസ് ഈസ് എയ്തർ സോളിഡ്, അതിനെ ഗ്യാസ് സോളിഡ് ക്രോമാറ്റോഗ്രഫി എന്ന് പറയും, അല്ലെങ്കിൽ ലിക്വിഡ്, അതിനെ ഗ്യാസ് ലിക്വിഡ് ക്രോമാറ്റോഗ്രഫി എന്ന് പറയും. സോളിഡ് എന്ന് പറയുമ്പോൾ അബ്സോർബന്റ് ആയിരിക്കും, ലിക്വിഡ് എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു ഇതിന്റെ പുറത്ത് കോട്ട് ചെയ്തേക്കുന്ന ലിക്വിഡ്, ഓൾറെഡി അറിയാവുന്ന കാര്യമാണ്. Components are separated based on their relative volatility and interaction with the stationary phase at elevated temperature. എല്ലാം അങ്ങനെ തന്നെ സ്റ്റേഷനറി ഫേസുമായിട്ടുള്ള ഇന്ററാക്ഷന്റെ ബേസിലാണ് സെപ്പറേഷൻ നടക്കുന്നത്. റിക്വയർമെന്റ്: ഗ്യാസ് ക്രോമാറ്റോഗ്രഫി സ്യൂട്ടബിൾ ഓൺലി ഫോർ വോളറ്റൈൽ തെർമലി സ്റ്റേബിൾ കോമ്പൗണ്ട്സ്. വേപ്പറായിട്ട് മാറുന്ന തെർമലി സ്റ്റേബിൾ മീൻസ് ചൂടാക്കുമ്പോൾ ബ്രേക്ക് ഡൗൺ ചെയ്യാത്ത, വിഘടിക്കാത്ത ആൾക്കാരുടെ കേസിൽ മാത്രമേ നമ്മൾ ഗ്യാസ് ക്രോമാറ്റോഗ്രഫി യൂസ് ചെയ്യത്തുള്ളൂ. നോൺ വോളറ്റൈൽ, തെർമലി ലബൈൽ or ionic compounds require derivatization or other techniques. അതായത് നോൺ വോളറ്റൈൽ ആയിട്ടുള്ള, അതായത് വേപ്പറായിട്ട് മാറാത്തതോ അല്ലെങ്കിൽ തെർമലി ലെവൽ ചൂടാക്കുമ്പോൾ പൊട്ടിപ്പോകുന്നതോ അല്ലെങ്കിൽ ബ്രേക്ക് ഡൗൺ ചെയ്യുന്നതോ ആൾക്കാർക്ക് നമ്മൾ വേറെ ടെക്നിക്സാണ് യൂസ് ചെയ്യുന്നത്, HPLC പോലെ. അത് നമുക്ക് പഠിക്കാനുണ്ട്. ഇതാണ് ഗ്യാസ് ക്രോമാറ്റോഗ്രഫി. ഒന്നുമില്ല, ഗ്യാസ് ക്രോമാറ്റോഗ്രഫിയിൽ സ്റ്റേഷനറി ഫേസ് ഒന്നില്ലെങ്കിൽ ഒരു സോളിഡ് ആകാം, അതായത് അഡ്സോർപ്ഷൻ ക്രോമാറ്റോഗ്രഫി പോലെ, അല്ലെങ്കിൽ ഒരു ലിക്വിഡ് ആകാം, ഹെൽഡ് ഓൺ സോളിഡ് സപ്പോർട്ട്, നമ്മുടെ പാർട്ടീഷൻ ക്രോമാറ്റോഗ്രഫി. ദാറ്റ് മീൻസ് ഇത്രയുള്ള വ്യത്യാസം. മൊബൈൽ ഫേസ് ഗ്യാസ് ആയിരിക്കണം, വെറും ഗ്യാസ് അല്ല, ഇനേർട്ട് ഗ്യാസ്. നമ്മൾ ഇത്രയും നേരം പറഞ്ഞ മൊബൈൽ ഫേസ് ഒന്നില്ലെങ്കിൽ ലിക്വിഡോ അല്ലെങ്കിൽ ഗ്യാസോ ആണ്. എന്നിട്ട് ലിക്വിഡാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ മൊത്തം, അല്ലെ? ഇപ്പോഴാണ് നമ്മൾ ഗ്യാസിനെ പറ്റി പറയുന്നത്. ഗ്യാസ് ആണ് മൊബൈൽ ഫേസിൽ, അതിനെ വിളിക്കുന്ന പേര് ഗ്യാസ് ക്രോമാറ്റോഗ്രഫി എന്നാണ്. അത് ഗ്യാസ് ലിക്വിഡ് ആകാം, ഗ്യാസ് സോളിഡ് ആകാം. ഇതാണ് കരിയർ ഗ്യാസ്, മൊബൈൽ ഫേസ് ആണ്. ഹീലിയം ആണ് നമ്മൾ മോസ്റ്റ് കോമൺലി യൂസ് ചെയ്യുന്ന. ഹൈഡ്രജനും നൈട്രജനും ആർഗണും യൂസ് ചെയ്യാറുണ്ട്, പക്ഷെ പ്യുവറും ഡ്രൈയും ആയിരിക്കണം കേട്ടോ അവരെടുക്കുകയാണെങ്കിൽ. ഹീലിയം ആണ് നമ്മൾ മോസ്റ്റ് കോമൺലി യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ഇഞ്ചക്ഷൻ ഓർ ഇഞ്ചക്ഷൻ പോർട്ടാണ്. വേപ്പറൈസ് സാമ്പിൾ ആണ്. സ്പ്ലിറ്റ്ലെസ്, ഓൺ കോളം, ഹെഡ് സ്പേസ്, ടെമ്പറേച്ചർ 250 മുതൽ 300 ഡിഗ്രി സെൽഷ്യസ് വരെ. ഇഞ്ചക്ഷൻ പോർട്ടിന്റെ കാര്യമാണ്, അല്ലെങ്കിൽ കാര്യമായിട്ട് നോക്കണ്ട. കോളം കറക്റ്റായിട്ട് നോക്കുക. സെപ്പറേഷൻ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. പാക്ക്ഡ് ഓർ കാപ്പിലറി കോളമാണ്. ടെമ്പറേച്ചർ 50 മുതൽ 300 ഡിഗ്രി സെൽഷ്യസ് വരെ കോളം. സ്റ്റേഷനറി ഫേസ് ഡിഫറൻഷ്യൽ റിട്ടൻഷൻ ആണ്. ലിക്വിഡ് പോളിമറോ അല്ലെങ്കിൽ കോട്ടഡ് ഇനേർട്ട് സപ്പോർട്ട് ഓർ കാപ്പിലറി വാളോ, അത് ഏതെങ്കിലും ആയിരിക്കും. ഒന്നില്ലെങ്കിൽ കോളം അല്ലെങ്കിൽ സ്റ്റേഷനറി ഫേസ്. നോക്കി വെച്ചേക്കാം. ഡിറ്റക്ടർ സിഗ്നൽ ജനറേഷൻ ആണ്. FID ആണ് ഫീഡിയർ, അതാണ് നമ്മൾ കോമൺലി യൂസ് ചെയ്യുന്നത്. TCD, ED, MS ഒക്കെ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. മാസ് സ്പെക്ട്രോസ്കോപ്പി ഒക്കെ യൂസ് ചെയ്യാറുണ്ട്. റെക്കോർഡ് ഡേറ്റ സിസ്റ്റം, ക്രോമാറ്റോഗ്രാഫിക് ഔട്ട്പുട്ട്, പീക്ക് ഏരിയ പ്രൊപ്പോർഷൻ ടു കോൺസെൻട്രേഷൻ റിട്ടൻഷൻ ടൈം ഐഡന്റിഫൈസ് കോമ്പൗണ്ട്.